ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി പ്രിലിംസിന്റെ സ്റ്റേജ് വണ്ണിന്റെ എന്താ പറയുക അനാലിസിസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ സ്റ്റേജ് വണ്ണിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസിനെല്ലാം പറ്റിയുള്ള അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും അതുമായി അനുബന്ധപ്പെട്ട ഫാക്റ്റുകളും മറ്റു കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹിസ്റ്ററി എന്നാണ്. ഓക്കെ, മോഡേൺ ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻസ് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 1 മോഡേൺ ഹിസ്റ്ററി ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പേര് കിരൺ. അപ്പോൾ നമ്മൾ ക്ലാസ്സിലോട്ട് പോയാലോ? ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ടെലിഗ്രാം ചാനൽ ഉണ്ട്, @കിരൺ സ്റ്റഡി സർക്കിൾ. അത് നമ്മുടെ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ കമന്റ് എല്ലാം ചെയ്യാൻ പറ്റും. @കിരൺ സ്റ്റഡി സർക്കിൾ 1 2 3 എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ഡിഗ്രി പരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോട്ട്സും എല്ലാം ഈ ചാനലിലാണ് ഉണ്ടാവുക. കമന്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ആ ഗ്രൂപ്പിൽ പൊതുവെ നമ്മൾ ഡിഗ്രി അല്ലാതെയുള്ള, അതായത് 10th +2 ലെവൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അതിലുണ്ടാവും. ഓക്കെ, കോമൺ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. പക്ഷേ ഈ ചാനൽ എന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് ടു എന്താ പറയുക ഡിഗ്രി ലെവൽ എക്സാംസ് ആണ്, കേരള PSCയുടെ. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. Which of the following provisions are not part of Indian Independence Act 1947? അപ്പോൾ അത് ആദ്യം നോക്കേണ്ടത് നോട്ട് പാർട്ട് ഓഫ് ആണ്. എന്ന് വെച്ചാൽ അത് തെറ്റായ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 എന്ന് പറയുന്ന ആക്ടിൽ നമുക്ക് താഴെ പറയുന്ന കാര്യങ്ങളിൽ ഏതാണ് ഉൾക്കൊള്ളാത്തത്, ഏതാണ് വരാത്തത്, തെറ്റായിട്ടുള്ളത് ഏതാണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1, The Indian Independence Act of 1947 was based on the Mountbatten Plan. മൗണ്ട് ബാറ്റൺ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്ലാൻ പ്രകാരമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്പർ 2, The Act declared India an independent and sovereign state from August 15, 1947. ഈ ആക്ട് ഇന്ത്യയെ ഒരു ഇൻഡിപെൻഡന്റ്, സ്വതന്ത്രമായതും ഒരു സോവറിൻ, ഓക്കെ അല്ലെ, പരമാധികാരവുമായിട്ടുള്ള ഒരു രാഷ്ട്രമായിട്ട് എന്ത് ചെയ്തു, മാറ്റി. എപ്പോൾ തൊട്ട്? August 15, 1947 തൊട്ട്. ഇതിന്റെ മലയാളം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നോട്ടിൽ നമുക്ക് ഇംഗ്ലീഷും മലയാളവും എല്ലാം ഉണ്ട്. സമാധാനത്തിൽ എന്ത് ചെയ്യുക, റിലാക്സ് ചെയ്ത് കേൾക്കുക. PDF നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമ്പർ 3, The Act instituted the office of Governor General. ഗവർണർ ജനറൽ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടാക്കാൻ എന്ത് ചെയ്തു, ഈ ആക്ട് നിർദ്ദേശിച്ചു. അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടായി. ഹു വാസ് ടു ബി അപ്പോയിന്റഡ് ബൈ ദ ബ്രിട്ടീഷ് കിങ്. ഓക്കെ, ഗവർണർ ജനറൽ ഇന്ത്യക്കുള്ളതാണെങ്കിലും അത് അപ്പോയിന്റ് ചെയ്യുന്ന ആരായിരിക്കും? ബ്രിട്ടീഷിലെ രാജാവായിരിക്കും അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 4, The Act insisted that the Indian princely states join the dominion of India. ഓക്കെ, സോ ഇന്ത്യൻ ഡൊമിനിയനിൽ, അതായത് ഇന്ത്യയുടെ പുത്രിക രാജ്യത്ത്, അല്ലെങ്കിൽ എന്താ പറയാ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യത്ത്, ഓക്കെ, പ്രിൻസി സ്റ്റേറ്റ്സിനെ കൊണ്ട്, നാട്ടുരാജ്യങ്ങളെ കൊണ്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 പറഞ്ഞിരുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 4 സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫൈൻ. അപ്പോ ഇത് നമുക്ക് ഒന്നുകൂടി മലയാളത്തിൽ വായിക്കാം. മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത്. 1947 ഓഗസ്റ്റ് 15 മുതൽ ഇന്ത്യയെ സ്വതന്ത്രവും പരമാധികാരവുമായ രാജ്യമായി പ്രഖ്യാപിച്ച നിയമമാണിത്. ഓക്കെ, അടുത്തത് ബ്രിട്ടീഷ് രാജാവ് നിയമിക്കേണ്ട ഗവർണർ ജനറലിന്റെ ഓഫീസ് ഈ നിയമം സ്ഥാപിച്ചു. ഓക്കെ, അടുത്തത് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ ഡൊമിനിയനിൽ ചേരണമെന്ന് ഈ നിയമം എന്ത് ചെയ്തു, നിർദ്ദേശിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിന്റെ ആൻസർ ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ C 4 മാത്രമാണ്. 4 മാത്രമാണ് എന്തായിട്ട് വരുന്നത്, ഇല്ലാതുള്ളത്, ബാക്കിയെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. നമുക്ക് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഇതിലോട്ട് നമുക്ക് ലാസ്റ്റ് വരാം. ഈ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് ലാസ്റ്റ് വരാം. ഓക്കെ, അപ്പോ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഈ നടുവിലിരിക്കുന്ന ഈ വ്യക്തിയുടെ പേരാണ് ലോർഡ് മൗണ്ട് ബാറ്റൺ. ഒരു മിനിറ്റ്. ഓക്കെ, ഈ നടുവിലിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് ലോർഡ് മൗണ്ട് ബാറ്റൺ. ഫൈൻ. ഈ ലോർഡ് മൗണ്ട് ബാറ്റന്റെ ഈ ഭാഗത്ത് വെള്ളം നിറത്തിട്ടിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് മുഹമ്മദ് അലി ജിന്ന. ഈ ഭാഗത്തിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയായിട്ടുള്ള നെഹ്റുജി. ഓക്കെ അല്ലെ? ഇപ്പൊ നെഹ്റുജിയുടെ ഫേസ് നോക്കിയാൽ അദ്ദേഹം വളരെ എന്താണ് ആക്ച്വലി സങ്കടത്തിലാണ്, അല്ലെങ്കിൽ എന്താ വലിയ സന്തോഷം കാണുന്നില്ല.
മുഹമ്മദ് അലി ജിന്നയുടെ ഫേസ് നോക്കിയേ, പുള്ളി സന്തോഷത്തിലാണ്. ഓക്കെ അല്ലേ? മൗണ്ട് ബാറ്റന്റെ ഫേസ് നോക്കിയാൽ ആക്ച്വലി സന്തോഷമാണോ സങ്കടമാണോ ഒന്നും പറയാൻ വേണ്ടി പറ്റുന്നില്ല. ഒരു ഉറക്കം വരുന്ന ഒരു ഫേസ് പോലെയാണ് ആയിരിക്കുന്നത് നമ്മുടെ മൗണ്ട് ബാറ്റൻ ഇരിക്കുന്നത്. കറക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയല്ലേ പുള്ളി ഇരിക്കുന്നത്? ഒരു ഉറങ്ങുന്ന പോലെയല്ലേ പുള്ളി ഇരിക്കുന്നത്? അതെ. ഓക്കെ. അപ്പൊ ഇതെന്ന് തന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിനെ കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ മനുഷ്യന് സന്തോഷം, ജിന്നയ്ക്ക് സന്തോഷം. അപ്പൊ ജിന്നയ്ക്ക് എന്ത് കിട്ടി? പാകിസ്ഥാൻ കിട്ടി. ചോദിച്ചത് എന്താണോ അത് കിട്ടി. ഹീസ് ഹാപ്പി. ഓക്കെ. ജവഹർലാൽ നെഹ്റുജിക്ക് എന്ത് വേണ്ടിയിരുന്നില്ല? ഇന്ത്യ പാകിസ്ഥാൻ ഡിവിഷനിൽ താല്പര്യമില്ല. അപ്പോ മനസ്സില്ലാ മനസ്സോടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? സ്വാതന്ത്ര്യം വാങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അദ്ദേഹം സങ്കടത്തിലാണ്. ഓക്കെ അല്ലേ? മൗണ്ട് ബാറ്റൻ ആകെ ഉറക്കത്തിലാണ്. ഓക്കെ. ഇവർ രണ്ടുപേരുമായിട്ട് ഡിസ്കസ് ചെയ്ത് പുള്ളിക്ക് എന്തായി? പുള്ളിക്ക് ആകെ ക്ഷീണിച്ച് എങ്ങനെയെങ്കിലും ഈ പരിപാടി ഒന്ന് കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോയാലോ എന്നാണ് ആലോചിക്കുന്നത്? നമ്മുടെ മൗണ്ട് ബാറ്റൻ ആലോചിക്കുന്നത്. ഇതാണ് മൂന്ന് പേരുടെയും സിറ്റുവേഷൻ. ഓക്കെ. അപ്പൊ സിറ്റുവേഷനിൽ ബ്രിട്ടീഷുകാരുടെ സിറ്റുവേഷൻ മനസ്സിലായി. എന്താണ് ആക്ച്വലി? എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? ഇന്ത്യയിൽ നിന്ന് അവർക്ക് പോയേ പറ്റുള്ളൂ. ഓക്കെ, ഡൺ. അതിനുവേണ്ടി ഈ ഇരിക്കുന്ന രണ്ട് മനുഷ്യന്മാരെ എന്ത് ചെയ്യണം? ഒരേ ടേബിളിൽ കൊണ്ടുവരണം. അങ്ങനെ ഒരേ ടേബിളിൽ കൊണ്ടുവരണമെങ്കിൽ ജിന്നയെ ഇരുത്തണമെങ്കിൽ അവിടെ എന്ത് വേണം? പാകിസ്ഥാൻ വേണം. നെഹ്റുജിയെ ഇരുത്തണമെങ്കിൽ എന്ത് വേണം? ആക്ച്വലി അവിടെ എന്താ പറയാ, പാകിസ്ഥാനോ ഇന്ത്യ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്ത് വേണം? ആക്ച്വലി എന്താ പറയാ, ഒരു ഒരു ഒറ്റ രാജ്യം ഉണ്ടാകാൻ പറ്റുള്ളൂ. പക്ഷെ ലാസ്റ്റ് വേറെ വഴിയില്ലാതെ നെഹ്റുജി എന്ത് ചെയ്യും? അവിടെ വന്നിരിക്കും. ഇരുന്ന ഉടനെ നമുക്ക് എന്ത് കിട്ടും? സ്വാതന്ത്ര്യം കിട്ടും. ഇതാണ് മൊത്തം സ്റ്റോറി. ഓക്കെ അല്ലേ? ആ സ്റ്റോറിയിൽ നമുക്ക് എക്സാമിന് വന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നതാണ്. ഓക്കെ അല്ലേ? ഫൈൻ. അപ്പൊ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കി. എന്തിനാ സാറേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാൻ വേണ്ടിയുള്ള ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കേണ്ട കാര്യമുള്ളത്? ബ്രിട്ടൻ നല്ല സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ത്യയിൽ ഒരു ഗവൺമെന്റ് ഉണ്ട്. ഇന്ത്യയിൽ ഗവൺമെന്റ് ഉണ്ട്. നെഹ്റുജിയുടെ എന്താ പറയാ കാര്യത്തിലുള്ള ഗവൺമെന്റ് അതല്ല, അത് ഇനി വരാൻ വേണ്ടി പോണേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇന്ത്യയിൽ വൈസ്രോയ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ഈ വൈസ്രോയുമായി ബന്ധപ്പെട്ടിട്ട് വൈസ്രോയാണ് എന്ത് ചെയ്യുക? ഇന്ത്യയിലെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി ഭരിക്കുന്ന വ്യക്തിയായിട്ടുള്ളത്. ഈ വൈസ്രോയ്ക്ക് ഒരു ഗവൺമെന്റ് സിസ്റ്റം ഉണ്ട്. ആ വൈസ്രോയും ആ ഗവൺമെന്റിനെയും ഇനി പുറത്താക്കുന്നു. ഇന്ത്യയുടെ കാര്യം നോക്കുന്നത് വൈസ്രോയ് ആയിരിക്കില്ല. ഇന്ത്യയുടെ കാര്യം നോക്കുന്നത് ഇനി ഇന്ത്യക്കാർ നിയമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും എന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് എന്ത് ചെയ്യാൻ പോവാണ്? പറയാൻ വേണ്ടി പോവാണ്. അതിന്റെ പേരാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഞാൻ നിങ്ങളോട് ആദ്യമേ പറയുന്നു, ബ്രിട്ടീഷുകാര് ഓഗസ്റ്റ് 15 തീയതി എന്ത് ചെയ്തു? എന്താ പറയാ, 14 തീയതി രാത്രി അല്ലെങ്കിൽ ഓഗസ്റ്റ് അർദ്ധരാത്രി എന്ത് ചെയ്തു? ആക്ച്വലി സ്വാതന്ത്ര്യം തന്നിട്ട് ഇവിടെ നിന്ന് പോയി എന്നൊക്കെ ചെറിയ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എക്സാക്ട്ലി അതൊന്നും അല്ല നടക്കാൻ വേണ്ടി പോകുന്നത്. സാർ അവർ പോയില്ലേ? പോയി. ഓക്കെ, സമ്മതിച്ചു. ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം തന്നു. അവർ അപ്പോഴും പോയിട്ടില്ല. ഓക്കെ അല്ലേ? ഒരു ദിവസം പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഇരിക്കട്ടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുകയല്ല ചെയ്തത്. ഓക്കെ അല്ലേ? ഇതൊരു വലിയ പ്രോസസ്സാണ്. നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി എന്തുണ്ടാവും? പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് ഇവിടെ ആകെ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയ കാര്യമാണ്. അതായത് എന്തുണ്ട്? ഓക്കെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് ആക്ട് ഉണ്ടാക്കാൻ പോകുന്ന ആരാ? ബ്രിട്ടീഷുകാരാണ് ആക്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ബ്രിട്ടീഷിൽ ആരാ ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ത്യയിൽ ഇരിക്കുന്ന ആരെങ്കിലും ആണോ? അല്ല, ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ബ്രിട്ടീഷ് പാർലമെന്റ് ജൂലൈ 5, 1947 ഈ ആക്ട് പാസ് ചെയ്തു. ഓക്കെ അല്ലേ? ഇതിന് ജൂലൈ 18, 1947 എന്ത് കിട്ടി? ബ്രിട്ടീഷ് റോയൽ അസന്റ് കിട്ടി. റോയൽ അസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടനിൽ ഒരു രാജാവ് ഉണ്ടാവും. ബ്രിട്ടീഷുകാർ പാസ് ചെയ്യുന്ന എല്ലാ നിയമവും എന്ത് ചെയ്യണം? ആ രാജാവ് ഒപ്പിടണം. ഒപ്പിട്ടാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് ഫൈനലായി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ കറന്റ്ലി ഇന്ത്യയിൽ ഏത് നിയമം പാസ്സാക്കിയാലും പ്രസിഡന്റ് ഒപ്പിടണ്ടേ? അപ്പൊ തൽക്കാലത്തേക്ക് ബ്രിട്ടനിൽ പ്രസിഡന്റ് ഇല്ല. പ്രസിഡന്റ് ഉള്ള ആരാണ്? രാജാവോ റാണിയോ ആയിരിക്കും. അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റ് ഈ നിയമം ജൂലൈ 5, 1947 പാസ്സാക്കുകയും, ഓക്കെ അല്ലെ, ഇതിന് ജൂലൈ 18, 1947 എന്ത് കിട്ടി? റോയൽ അസന്റ് കിട്ടുകയും ചെയ്തു. ഇത്രയും കാര്യമൊക്കെ ആയില്ലേ? ഈ ആക്ടിൽ എന്താണ് പറഞ്ഞത്? അതാണ് ഞാൻ ഈ ചിത്രത്തിൽ എന്ത് ഉണ്ടായിരുന്നത്? നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലെ? ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് എന്താ പറഞ്ഞ? ആക്ച്വലി ഇന്ത്യയെ നമ്മൾ ഡിവൈഡ് ചെയ്യും 2 ഇൻഡിപെൻഡന്റ് കൺട്രീസ് ആയിട്ട് എന്ന് നമ്മൾ പറയും. ഓക്കെ അല്ലേ? നമുക്ക് എന്താ പറയാ? ആക്ച്വലി ഇന്ത്യ പാകിസ്ഥാൻ എന്ന രീതിയിൽ 2ആയി ഡിവൈഡ് എന്ന് നമ്മൾ പറയും. പക്ഷെ അവിടെ കൺട്രി എന്നുള്ള വാക്ക് ആ നീല നിറത്തിൽ എഴുതിയ കാര്യത്തിൽ കാണുന്നില്ല. അവിടെ എഴുതിയ വാക്കിന്റെ പേരാണ് ഡൊമിനിയൻ എന്ന വാക്കാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നന്നായിട്ട് എന്റെ കൂടെ വരണേ. ഇന്ത്യയും പാകിസ്ഥാനെയും 2 ഡൊമിനിയൻ ആയിട്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ഇന്ത്യക്കുള്ളതാണ്. ഇന്ത്യയെ നമ്മൾ പിരിക്കാൻ വേണ്ടി പോവുകയാണ്. 2 ഡൊമിനിയൻ ഉണ്ടാവും. അപ്പൊ ഒന്നാമത്തെ കാര്യം മനസ്സിലായല്ലോ? മനസ്സിലായി. ഇനി അടുത്ത ഡൗട്ട്, എന്താണ് സാർ ഡൊമിനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഡൊമിനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അവർക്ക് സ്വന്തമായിട്ട് എന്തുണ്ടാവും? ഒരു ഗവൺമെന്റ് ഉണ്ടാവും. അവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിയമം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും.
സാർ, ഇന്ത്യക്ക് സ്വന്തമായിട്ട് നിയമം ഉണ്ടാക്കാം, ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് എന്ത് ഉണ്ടാക്കാൻ പറ്റും, എന്താ പറയാ, ഇവിടത്തുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റും. ഇതിലെന്താ കാര്യമുള്ളത്? കേക്ക് റിലാക്സ് ചെയ്യും. ഓക്കെ അല്ലേ? ഈ ഡൊമിനിയൻ എന്ന് പറയുന്നത് UK, യുണൈറ്റഡ് കിങ്ഡം എന്ന് വെച്ചാൽ ബ്രിട്ടൻ ഈക്വൽ ആയിരിക്കും. വേറെ ഏതെങ്കിലും ഡൊമിനിയൻ ഉണ്ടെങ്കിൽ അതിലും ഈക്വൽ ആയിരിക്കും. സാർ, വേറെ ഏതാ ഡൊമിനിയൻ ഉള്ളത്? പാകിസ്ഥാൻ ഇല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും ഈക്വൽ ആണ്, രണ്ട് സ്വതന്ത്ര ഡൊമിനിയൻസ് ആണ്. അതേപോലെ യുണൈറ്റഡ് കിങ്ഡം UKയും എന്താണ്? ഈക്വൽ ആണ്. ആരും ഒരാൾക്ക് എന്തല്ല, കുറവല്ല. ഓക്കെ. അതാണെങ്കിലും നമ്മുടെ എല്ലാം പരമാധികാരി അല്ലെങ്കിൽ നമ്മളെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ബ്രിട്ടനിലെ രാജാവായിരിക്കും. സാർ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. റിലാക്സ്. ഓക്കെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യ ഒരു ഡൊമിനിയൻ ആയിരുന്നു. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കാര്യവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇന്ത്യക്ക് വേണ്ടി ഹോസ്പിറ്റൽ ഉണ്ടാക്കണം, ഉണ്ടായിക്കോളൂ. ഓക്കെ. ഇന്ത്യക്ക് വേണ്ടി സ്കൂൾ ഉണ്ടാക്കണം, ഉണ്ടാക്കിക്കോളൂ. ഇന്ത്യക്ക് വേണ്ടി റോഡ് ഉണ്ടാക്കണം, ഇന്ത്യക്ക് വേണ്ടി കാര്യങ്ങൾ ഉണ്ടാക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ. ഓക്കെ അല്ലേ? ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിന്റെ പേരാണ് ഇലക്ഷൻസ്. സോ ഇലക്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇല്ല. ഇനി ഞാൻ നിങ്ങളെ റിവിഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എപ്പോഴാ? 1947, 1947. ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ. ആദ്യ ഇലക്ഷൻ നടന്ന എപ്പോഴാ? 1951-52, 1951, 52 കാലഘട്ടത്തില്. എന്താ ഈ 5 വർഷം? എന്താ പ്രശ്നം? എന്താ? ഓക്കെ അല്ലേ? 47, 48, 49, 50, 51. ഓക്കെ അല്ലേ? ഇത്രയും സമയം എടുത്തില്ലേ? ഇപ്പൊ നിങ്ങളുടെ തലയിൽ മിന്നി വന്നിട്ടുണ്ടാവും, ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം. ഓക്കെ. ഇന്ത്യക്ക് എന്തുണ്ടാക്കണം? ഒരു നിയമം ഉണ്ടാക്കണം. എങ്ങനെയാണ് ഇന്ത്യൻസ് വർക്ക് ചെയ്യേണ്ടതെന്ന് വേണ്ട എന്ത് വേണം? ഒരു നിയമം വേണം. ആ നിയമം ഉണ്ടാക്കണമെങ്കിൽ ഇന്ത്യക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. കോൺസ്റ്റിറ്റ്യൂഷൻ ഇതുവരെ വന്നിട്ടില്ല. 47 സ്വാതന്ത്ര്യമല്ലേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഈ 47 മുതൽ ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്യും? ആളുകളെ ഇന്ത്യക്കാർ തന്നെ തെരഞ്ഞെടുക്കും. സിമ്പിൾ ആയിട്ട് നമ്മുടെ എന്താ പറയാ, എബ്രഹാം ലിങ്കന്റെ എന്താ പറയാ ഐഡിയോളജി ഫോളോ ചെയ്യണമെങ്കിൽ ഡെമോക്രസി ഈസ് ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ. കറക്റ്റ് അല്ലേ? ആ സംഭവം നടക്കാൻ പോകുന്നത് 1951, 52-ലാണ്. അപ്പോഴേ നമ്മൾ എന്താവുള്ളൂ, ഒരു സ്വതന്ത്ര പരമാധികാര സംഭവമായിട്ട് എന്താ പറയാ, റിപ്പബ്ലിക് ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, മാറുള്ളൂ. റിപ്പബ്ലിക് ആയിട്ടൊക്കെ നമ്മൾ എന്താ ചെയ്യാൻ പോവാണ്? മാറാൻ വേണ്ടി പോവാണ്. കറക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും നമ്മളെ വിളിക്കുന്ന പേരാണ് ഡൊമിനിയൻ. ഓക്കെ. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. സെൽഫ് ഗവേണിംഗ് ആണ്. അതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. ഓക്കെ. നമ്മൾ ഒരാൾക്കും സബോർഡിനേറ്റ് അല്ല. ബ്രിട്ടീഷുകാർ നമ്മളെക്കാളും വലുതല്ല. UK, അതായത് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യവും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി വേറൊരു ഡൊമിനിയൻ ഉണ്ട്. ഡൊമിനിയന്റെ പേരാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ നമ്മളെക്കാളും താഴെയല്ല, പാകിസ്ഥാനെക്കാളും താഴെയല്ല ഇന്ത്യ. എല്ലാവരും ഈക്വൽ ആയിരിക്കും. ഓക്കെ. അതെന്താണ് ആക്ച്വലി ഡൊമിനിയൻ സ്റ്റാറ്റസിന്റെ സംഭവമാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളൊരു ഭരണഘടന ഉണ്ടാക്കുന്നത് വരെ, ഓക്കെ, നിങ്ങളുടെ നാഥൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാക്ട് ഹെഡ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്ന ആളുടെ പേരാണ് ബ്രിട്ടനിലെ രാജാവ്. ഇത്രയും കാര്യം ഓക്കെ ആയി. ഓക്കെ. സാർ, ഈ ഇത്രയും മനോഹരമായ ആചാരം വേറെ ഏതെങ്കിലും രാജ്യങ്ങളുണ്ടോ സാറേ? ഉണ്ട്. കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സൗത്ത് ആഫ്രിക്ക, അയർലൻഡ്, ഇങ്ങനെയെല്ലാം എന്താണ്? ഡൊമിനിയൻ സ്റ്റാറ്റസ് ഉള്ള രാജ്യങ്ങളാണ്. ഓക്കെ. ഇപ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നത് 2025-ലാണ്. 2025-ലാണെങ്കിലും കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഓക്കെ അല്ലേ? അയർലൻഡില് അവർക്ക് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ചെറിയ ഡൗട്ട് ഉണ്ട്. ഓക്കെ അല്ലേ? കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അത് ഇന്ന് നോക്കിയിട്ട് പറയാം അയർലൻഡിന്റെ കാര്യം. സൗത്ത് ആഫ്രിക്ക എന്തായാലും കിട്ടിക്കഴിഞ്ഞു. കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്ന് പറയുന്നത് ബ്രിട്ടന്റെ എന്താണ്? ഡൊമിനിയൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഹെഡ് ആരായിരിക്കും? ഇംഗ്ലണ്ടിലെ രാജാവായിരിക്കും. ഇപ്പൊ ചാൾസ് അല്ല രാജാവ്, ചാൾസ് ആയിരിക്കും അവിടെ രാജാവ് ഉണ്ടാവുക. പക്ഷെ അവിടെ ഗവൺമെന്റ് ഉണ്ടാവും. കാനഡിയൻ ഗവൺമെന്റ് ഉണ്ട്, ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഉണ്ട്, ന്യൂസിലാൻഡ് ഗവൺമെന്റ് ഉണ്ട്. അവർക്ക് പ്രൈം മിനിസ്റ്റേഴ്സ് ഉണ്ടാവും, അവർക്ക് സ്വന്തമായിട്ട് മിനിസ്റ്റേഴ്സ് ഉണ്ടാവും. അവർ തന്നെ എല്ലാം നോക്കുക. പക്ഷെ അവരുടെ ഹെഡ് ആരായിരിക്കും? ഇംഗ്ലണ്ടിലെ രാജാവായിരിക്കും. ഇതിന്റെ പേരാണ് ഡൊമിനിയൻ. ഇപ്പോഴും 2025-ലും. ഓക്കെ അല്ലേ? അത്രയും കാര്യം ഓക്കെയാണ്. ഡൺ ആണല്ലോ? അതെ. അപ്പൊ ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്താന്ന് മനസ്സിലായ? ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പോ നെക്സ്റ്റ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്താണ് സോവറിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം സോവറിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യ എന്തായിരിക്കണം? ഒരു ഇൻഡിപെൻഡന്റ് നാഷൻ ആയിരിക്കണം. ഇൻഡിപെൻഡന്റ് നാഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്രമായിട്ട് രാജ്യമായിരിക്കണം. ഓക്കെ. 1947 ആണ്. 1947-ൽ ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണോ? അതെ. ഓക്കെ. 2, ഒരു എക്സ്റ്റേണൽ പവറിനോ അല്ലെങ്കിൽ ഒരു ഗവേണിംഗ് ബോഡിക്കോ വേറെ എന്തെങ്കിലും ബോഡിക്കോ ഇന്ത്യ എന്ത് ചെയ്യാൻ പറ്റില്ല? കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബ്രിട്ടൻ ഇന്ത്യയെ
1947 കൺട്രോൾ ചെയ്യുന്നുണ്ടോ? അതായത് ബ്രിട്ടൻ ഇന്ത്യയേക്കാൾ മുകളിലാണോ, ബ്രിട്ടൻ ഇന്ത്യയേക്കാൾ എന്താണ് ഈക്വൽ ആണോ, ബ്രിട്ടൻ ഇന്ത്യയേക്കാൾ താഴെയാണോ, ഇന്ത്യ ബ്രിട്ടനേക്കാൾ താഴെയാണോ, എന്താണ്? ബ്രിട്ടനും ഇന്ത്യ ഈക്വൽ ആണ്, രണ്ടുപേരും രണ്ട് രാജ്യങ്ങളാണ്. അപ്പൊ ഒരു എക്സ്റ്റേണൽ പവർ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു രാജ്യം നമ്മളെ കൺട്രോൾ ചെയ്യുന്നില്ല. കറക്റ്റ് അല്ലേ? അതെ. ഓക്കെ, ഇനി മൂന്നാമത്തെ വായിച്ചു നോക്കണേ. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഇന്ത്യ ഹാസ് ദ അൾട്ടിമേറ്റ് അതോറിറ്റി ടു ഗവേൺ ഇറ്റ് സെൽഫ് internally and externally, and that no other state or entity can dictate its affairs എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ഡൊമിനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫോർമൽ ഹെഡ് ആരായിരിക്കും? ഒരു ക്രൗൺ അല്ലേ? ഓക്കെ, ബ്രിട്ടനിലെ രാജാവല്ലേ? രണ്ടാമത്തെ കാര്യം, ഇന്ത്യക്ക് സ്വന്തമായി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഇന്ത്യക്ക് സ്വന്തമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടില്ലല്ലോ. അത് വരുമ്പല്ലേ നമ്മൾ എന്തായിട്ട് വരിക? ഓക്കെ അല്ലേ, റിപ്പബ്ലിക് ആയിട്ട് മാറുള്ളൂ. ഇങ്ങനൊരു സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലായ? ഓക്കെ, ഇങ്ങനൊരു സിറ്റുവേഷൻ ഉള്ളതാണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ മൗണ്ട് ബാറ്റൺ നമ്മൾ പറഞ്ഞല്ലേ? അതെ, ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 വാസ് ബേസ്ഡ് ഓൺ മൗണ്ട് ബാറ്റൺ പ്ലാൻ. നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ ഒന്നാമത്തെ കാര്യം ശരിയല്ലേ? അതെ. രണ്ടാമത്തെ കാര്യത്തിലാണ് എനിക്ക് ഇവിടെ ഡൗട്ട് ഉള്ളത്. ഓക്കെ, എനിക്കല്ല, സാറിന് ഡൗട്ട് ഉള്ളതുകൊണ്ട് ഒരു കാര്യമില്ല, PSC പറഞ്ഞാണ് കറക്റ്റ്, ഞാൻ സമ്മതിച്ചു. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് കേൾക്കുക. ദ ആക്ട് ഡിക്ലെയർ ഇന്ത്യ ആസ് ഇൻഡിപെൻഡന്റ് ആൻഡ് സോവറിൻ സ്റ്റേറ്റ് ഫ്രം August 15, 1947. ഓക്കെ, ഈ ഇൻഡിപെൻഡന്റ് എന്നുള്ള വാക്കിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇന്ത്യ സ്വതന്ത്രമായി, കറക്റ്റ് അല്ലേ? പക്ഷെ സോവറിൻ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? കോൺട്രഡിക്ഷൻ ആണ്. കറക്റ്റ് അല്ലേ? സോവറിൻ എന്ന വാക്കിന് നമ്മൾ അർത്ഥം മനസ്സിലായില്ലേ? എക്സ്റ്റേണൽ ആയിട്ടോ ഇന്റേണൽ ആയിട്ടോ ഒരാൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്. ബ്രിട്ടനിൽ രാജാവ് ഉണ്ടല്ലോ, നമ്മൾ ഡൊമിനിയൻ പദവിയല്ലേ? ഓക്കെ, ഈക്വൽ ആണ്. എന്തൊക്കെ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഒരു രാജാവില്ലേ? ഓക്കെ, അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ കൺട്രോൾ ചെയ്യില്ലേ? നമുക്ക് ഭരണഘടന വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കുറെ കാര്യങ്ങളില്ലേ? ഉണ്ട്. സോ ദിസ് വാക്ക്, ഈ വാക്കിൽ നമുക്ക് ഡൗട്ട് ഉണ്ട്. PSCയുടെ ഇപ്പോഴത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഓൺലി 4 ആണ്. അതിനുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. സോവറിൻ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ അതിന് വേറൊരു ഡെഫിനിഷൻ ഉണ്ട്. അതായത് അത് അതിന്റെ എന്താ പറയാ, സ്വന്തമായ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫോറിൻ പോളിസി ഫിക്സ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, വേറൊരാളെയും എന്ത് ചെയ്യില്ല, നോക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ അതിനുണ്ട് ഒരു സോവറിൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡെഫിനിഷൻ ഉണ്ട്. അത് നമുക്ക് നിങ്ങൾ എന്താ പറയാ, വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ജോൺ ലോക്ക്, മാക്കവെല്ലി, അതേപോലെ റൂസോ, മോണ്ടസ്ക്യൂ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? ആ റൂസോ, മോണ്ടസ്ക്യൂ, മാക്കവെല്ലി അവരുടെയൊക്കെ കൺസെപ്റ്റുള്ള ഡെഫിനിഷൻ ആണ് ഈ സോവറിൻ സ്റ്റേറ്റിനുള്ള ഡെഫിനിഷൻ ആയിട്ട് വരുന്നത്. സാർ ഇത്രയൊക്കെ പോണ? ഓക്കെ, നന്നായിട്ട് കേൾക്കുക. ഈ ഒരു കൺഫ്യൂഷൻ തന്നെയാണ് എനിക്കുള്ളത്. ക്ലിയർ? അങ്ങനെ നമുക്ക് എക്സാക്ട്ലി ഇത് ഇങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാനുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് അവിടെ ഇല്ല. അതെന്താന്ന് മനസ്സിലായില്ലേ? അതെ. ഇനി അടുത്ത ഡൗട്ട് നിങ്ങൾ എന്നോട് ചോദിക്കാൻ പോകുന്നത്, സോ PSC ആൻസർ ആയിട്ട് 4 ആണ് കൊടുത്തിരിക്കുന്നത്, ഞങ്ങൾ എന്താ ചെയ്യാം? നെക്സ്റ്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് തന്നെയാണോ ടിക്ക് ചെയ്യേണ്ടത്? ഓക്കെ, ശരി പഠിച്ചു വെക്കുക. ഓക്കെ, കൺസെപ്റ്റ് നന്നായി പഠിച്ചു വെക്കുക. PSC എപ്പോഴാണോ റിവ്യൂ സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ തൊട്ട് PSCയുടെ ആൻസർ അല്ലല്ലോ, ശരിയായ ആൻസർ അല്ലേ? ആ ശരിയായ ആൻസർ PSC എടുക്കാം, എടുക്കാതിരിക്കാം, അത് PSCയുടെ ഇഷ്ടം. കറക്റ്റ് അല്ലേ? ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് ശരിയായ ആൻസർ പഠിക്കുന്നു, ഉള്ളതിൽ നിന്ന് ഓപ്ഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്ന ആക്ച്വലി പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ടിക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. 4 തെറ്റാണെന്ന് മനസ്സിലായി. തൽക്കാലത്തേക്ക് 2, 4 എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ 4 മാത്രം എന്ത് ചെയ്യും, ടിക്ക് ചെയ്ത് വെക്കും. ഇനി PSC ക്യാൻസൽ ചെയ്യോ ക്യാൻസൽ ചെയ്യാതിരിക്കോ, തെറ്റാണോ ശരിയാണോ, ഡിബേറ്റ് എല്ലാം എപ്പോഴാണ്? എക്സാം ഹോളിന് പുറത്ത്. ഇത്രയേ നമുക്ക് ഇപ്പൊ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിലെ സോവറിൻ എന്ന് പറയുന്നത് ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമുള്ള സോവറിൻ ആണോ അതോ കൺസെപ്റ്റ് വൈസ് സോവറിൻ ആണോ എന്നൊന്നും നമുക്ക് ഇപ്പൊ അറിയില്ല. ഓക്കെ അല്ലെ? അത് രണ്ടുപേർക്കേ അറിയുള്ളൂ. ഒന്ന് ആർക്കുള്ളതാണ്? ഒന്ന് ദൈവത്തിന്, രണ്ടാമത്തെ PSCക്ക്. അവര് തീരുമാനിക്കും എന്താണെന്നുള്ളത്. നമ്മുടെ ലക്ഷ്യം എന്താണ്? പഠിക്കുക, കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, ഒരു PSC ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ അടുത്ത് 3 കാര്യങ്ങൾ വേണം. ഒന്ന് ഹാർഡ് വർക്ക് ഇല്ലാതെ ഒന്നും കിട്ടില്ല. 2 സ്മാർട്ട് വർക്ക്, ഇങ്ങനെ എന്ത് ചെയ്യണം ആക്ച്വലി സ്മാർട്ട് ആയിട്ട് പഠിക്കണം. മൂന്നാമത്തെ ലക്ക് ഉണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ? ഈ 3 കാര്യങ്ങൾ എന്ന് ഒരുമിച്ച് വരുന്നു അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾ ടഫ് ആയിട്ടുള്ള ഒരു എന്താ പറയാ സെഷനിലാണ് പെട്ടെങ്കിലോ,
ഓക്കെ, 2-3 സ്റ്റേജ് ഇല്ലേ? ടഫ് സ്റ്റേജിലാണ് പെട്ടെങ്കിലോ, ഒരാൾ ഈസി സ്റ്റേജിലാണ് പെട്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ പെട്ട സ്റ്റേജിലുള്ള 20 ക്വസ്റ്റ്യൻ അവർ ക്യാൻസൽ ചെയ്താലോ? 16 ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് ക്യാൻസൽ ചെയ്താലോ? ശരിയായ ക്വസ്റ്റ്യൻസും ക്യാൻസൽ ചെയ്താലോ? ക്യാൻസൽ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇത്രയും എനിക്ക് പറയാനുള്ളത്. ശരിയാ, ഈ കൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കി വെക്കുക. അടുത്ത് വരുന്ന എക്സാമിൽ ഇതേ കൺസെപ്റ്റ് വെച്ച് എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. അല്ലാതെ PSCയുടെ ആൻസർ ഇതാണ് എന്നിട്ട് എന്ത് ചെയ്യേണ്ട, ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല, അതൊക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അത്രയും ഡൗട്ട്സ് എല്ലാം ഞാൻ ക്ലിയർ എന്ന് വിചാരിക്കുന്നു. തൽക്കാലത്തേക്ക് എന്താണ് ആക്ച്വലി ഇതിന്റെ ഈ 2 സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെക്ഷനിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾക്ക് ഡൊമിനിയൻ എന്താണെന്ന് മനസ്സിലായി, എല്ലാ കാര്യവും മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള കാര്യം അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സോവറിൻ ആണ്, സോഷ്യലിസ്റ്റ് ആണ്, സെക്യുലർ ആണ്, ഡെമോക്രാറ്റിക് ആണ്, റിപ്പബ്ലിക് ആണ്. ഓക്കെ, സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത് നമ്മൾ ഭരണഘടനയിൽ ആഡ് ചെയ്തതാണ്. എപ്പോഴാണ് ആഡ് ചെയ്തത്? 42nd അമെന്റ്മെന്റിലൂടെ, 42ാം ഭേദഗതിയിലൂടെ ആഡ് ചെയ്തതാണ്. ഓക്കെ, ഇനി 1947 ഉണ്ടെന്ന് വിചാരിക്കൂ. ഓക്കെ അല്ലെ? 1947 ആണെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള സോവറിൻ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് ഇതിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്ന് പറയണം. സോവറിൻ അല്ല എന്നുള്ളത് നമ്മൾ ഏകദേശം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ല, മൊത്തം പരമാധികാരം ഒന്നും കിട്ടിയിട്ടില്ല, കാരണം ഭരണഘടനയില്ല. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ നടക്കണം. ഇലക്ഷൻ 1951, 52 നടക്കാൻ വേണ്ടി പോകുന്നത്. റിപ്പബ്ലിക് ആവുന്ന വെച്ചാൽ നമ്മുടെ ഹെഡിനെ, ഓക്കെ അല്ല, നമ്മുടെ ഹെഡിനെ നമ്മൾ തന്നെ തെരഞ്ഞെടുക്കുന്ന രീതിയിലായിരിക്കും എന്ത് വേണ്ടത്, അല്ലാതെ വേറൊരാളായിരിക്കാൻ പറ്റില്ല. ഓക്കെ അല്ലെ? അങ്ങനെ എല്ലാം മാറുന്നത് എപ്പോഴായിരിക്കും? 1950 ഓക്കെ, അപ്പൊ ജനുവരി 26, 1950 ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓഗസ്റ്റ് 15, 1947 പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ജനുവരി 26 എന്താ ആക്ച്വലി 1950. ഇവിടെ കാണുന്ന ഈ സാധനങ്ങളൊക്കെ ആവണമെങ്കിൽ എന്താവണം? ജനുവരി 26, 1950 ആവണം. അതുവരെ നിങ്ങൾ എന്താണ്? നിങ്ങളൊരു ഡൊമിനിയൻ ആണ്. നിങ്ങളല്ല, നമ്മൾ എന്താണ്? നമ്മളൊരു ഡൊമിനിയൻ ആണ്. ഇത്രയും കാര്യം മനസ്സിലായില്ലേ? ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് സോവറിനായി, ആ കാര്യങ്ങളെല്ലാമായി. ഇനി ഇന്ത്യൻ സോഷ്യലിസ്റ്റ് എന്താ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് പോവാം. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്കറിയാം ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ഉണ്ടാക്കിയത് ആരുടെ പണി പ്രകാരമാണ്? ലൂയിസ് മൗണ്ട് ബാറ്റൻ. മൗണ്ട് ബാറ്റന്റെ പ്ലാൻ പ്രകാരമാണ് ഈ പദ്ധതി നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, പുള്ളിയാണ് ലാസ്റ്റ് വൈസ്രോയ്. അപ്പൊ വൈസ്രോയ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? മാറ്റാൻ വേണ്ടി പോവാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ വേണ്ടി പോവാണ്. കറക്റ്റ് അല്ലേ? അങ്ങനെ ഇന്ത്യയെ 2ആയി വിഭജിച്ചു. ഒന്ന് ഇന്ത്യ, ഒന്ന് പാകിസ്ഥാൻ. ഇത് പറഞ്ഞാണല്ലോ? അതെ. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ത്യ 2ആയി വിഭജിച്ചു. അങ്ങനെ നമുക്ക് 3 രാജ്യങ്ങൾ ഉണ്ടായി. സോ 2ആയി വിഭജിച്ചാൽ 2 കഷ്ണം ഉണ്ടാവുള്ളൂ. നമ്മൾ 2ആയി വിഭജിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പോവാണ്? 3 രാജ്യങ്ങൾ ഉണ്ടാകാൻ പോവാണ്. ഒന്നിന്റെ പേര് ഇന്ത്യ, ഓക്കെ, രണ്ടാമത്തെ പേര് വെസ്റ്റ് പാകിസ്ഥാൻ, മൂന്നാമത്തെ പേര് ഈസ്റ്റ് പാകിസ്ഥാൻ. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 രാജ്യങ്ങൾ ഉണ്ടാവും. രാജ്യം നമ്പർ 1 നമുക്ക് വെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലെ? പാകിസ്ഥാൻ. നടുവില് ഇന്ത്യ. ഓക്കെ, അതിന് തൊട്ടടുത്ത് ആരുണ്ട്? അടുത്ത ആരുണ്ട്? ബംഗ്ലാദേശ്. അപ്പൊ 1947 സമയത്ത് ബംഗ്ലാദേശ് ഇല്ല. ബംഗ്ലാദേശ് ഉണ്ടാവാൻ പോകുന്നത് 1971 സമയത്തായിരിക്കും. ബംഗ്ലാദേശ് വാറിന്റെ സമയത്തായിരിക്കും ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലെ? ഇന്ത്യ പാകിസ്ഥാൻ വാറിന്റെ സമയത്തായിരിക്കും ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. അപ്പൊ 1947 നമുക്ക് 2 സ്ഥലങ്ങളുണ്ട്, 2 രാജ്യങ്ങളുണ്ട്. ഒരു രാജ്യത്തിന്റെ പേര് ഇന്ത്യ, ഒരു രാജ്യത്തിന്റെ പേര് പാകിസ്ഥാൻ. പാകിസ്ഥാൻ 2 എണ്ണം ഉണ്ട്. ഒന്നിന്റെ പേര് വെസ്റ്റ് പാകിസ്ഥാൻ, ഒന്നിന്റെ പേര് ഈസ്റ്റ് പാകിസ്ഥാൻ. ഈ ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് എന്താവാൻ പോകുന്നത്? ആക്ച്വലി മോഡേൺ ഡേ ബംഗ്ലാദേശ് ആവാൻ വേണ്ടി പോകുന്നത്. അപ്പൊ 1947 ഓഗസ്റ്റ് 15 സമയത്ത് ഇന്ത്യയുടെ ഡിവിഷൻ മനസ്സിലായില്ലേ? ഇതാണ് ഇതിന്റെ ബേസിൽ ലൂയിസ് മൗണ്ട് ബാറ്റന്റെ പ്ലാനിന്റെ ബേസിൽ എന്ത് ചെയ്തു? ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഉണ്ടാക്കി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആക്ച്വലി ഇന്ത്യയെ വിഭജിച്ചു. ഓക്കെ, 2 രാജ്യമായിട്ടല്ല, 2 എന്തായിട്ട്? ഡൊമിനിയൻ ആയിട്ട്. രാജ്യമായി, അതായത് രാജ്യം എന്നുള്ള സ്റ്റാറ്റസ് ഒക്കെ വന്ന് സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ഡെമോക്രാറ്റിക് രാജ്യമൊക്കെ ആവണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ബുക്ക് വേണം. ബുക്കിന്റെ പേരെന്താ? കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പൊ നമ്മുടെ കയ്യിൽ 1947 എന്തില്ല? കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ എന്ത് ചെയ്യാവുന്നതാണ്? ജോയിൻ ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാതിരിക്കാം. ആരുടെ ഇഷ്ടം? നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ അല്ലെ? ഇനി ഞാൻ നിങ്ങൾക്ക് പറയാണ്, എന്റെ കയ്യിൽ എന്തുണ്ട്? 2 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷനിൽ ഒന്ന് ഏതെങ്കിലും വിരൽ ചൂസ് ചെയ്യാം. സാർ ഒറ്റ വിരലേ ഉള്ളൂ, അതിനെ എനിക്കും പറയാനുള്ളൂ. ഓക്കെ അല്ലെ? ചൂസ് ചെയ്യാതിരിക്കും നമുക്ക് പറഞ്ഞിട്ടുണ്ടാവും. ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ അവരെന്തായിരിക്കണം? മെമ്പർ ആയിരിക്കണം. സാർ എന്താണ് ഈ ബ്രിട്ടീഷ് കോമൺവെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ,
അപ്പൊ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, ഇത് ചെറിയൊരു ചിത്രമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കുറെ ആളുകൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരണം, കുറെ ആളുകൾ എന്ത് ചെയ്യണം, ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകണം. ഇതൊരു ചെറിയ പ്രോസസ് അല്ല. ഓക്കെ അല്ലെ, ഒരുപാട് ഇഷ്യൂസ് ഇതിലുണ്ട്. ഓക്കെ, എത്രയോ പേര് മരണപ്പെട്ടിട്ടുണ്ട്, എത്രയോ പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അതിന്റെ ബലം ഇപ്പോഴും ഇപ്പൊ എന്ന് പറഞ്ഞാൽ 2025 ഇതിന്റെ എന്തെങ്കിലും ഇഫക്റ്റ് നമ്മുടെ എവിടെയുണ്ട്, ഇന്ത്യയിലുണ്ട്. കാരണം ഈ പാർട്ടീഷൻ ഉണ്ടായത് എന്തിന്റെ പുറത്താ? വെറും മതത്തിന്റെ പുറത്താണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഡിവിഷൻ അല്ലേ, ആ ഡിവിഷൻ 2025 ഇതിന്റെ പേരും നമുക്കുണ്ട്. ഓക്കെ അല്ലെ, അപ്പൊ ഇതൊരു ചെറിയൊരു പ്രശ്നമല്ല പാർട്ടീഷൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 എന്ന് പറയുന്നത് എന്തല്ല, ഒരു ചെറിയ കാര്യവുമല്ല. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ കോമൺവെൽത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓക്കെ അല്ലെ, നീല നിറത്തിലുള്ള രാജ്യങ്ങളെല്ലാം നോക്കുക. ഓക്കെ അല്ലെ, ഇതൊക്കെ ബ്രിട്ടന്റെ കയ്യിലുള്ള എന്തായിരുന്നു, ആക്ച്വലി കോളനീസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഒരു വശത്ത് ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, ഏഷ്യ, ഓക്കെ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ആഫ്രിക്കയിലെ കൺട്രീസ്, ഏകദേശം ഗ്രീൻലാൻഡിന്റെ കുറച്ച് ഭാഗങ്ങൾ. അപ്പൊ ഏകദേശം ലോകം മുഴുവൻ ആരുടെ കയ്യിലുണ്ട്? ബ്രിട്ടന്റെ കയ്യിലുണ്ട്. വെറുതെ അല്ല ബ്രിട്ടൻ എന്തുകൊണ്ടുണ്ടായിരുന്നത്, സൂര്യൻ അസ്തമിക്കാത്ത രാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ കോമൺവെൽത്ത് എന്ന് എന്താന്നുള്ളൊരു ഐഡിയ കിട്ടി. കോമൺവെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബ്രിട്ടന്റെ പഴയ കോളനികൾ എല്ലാവരും കൂടി ഒരു സ്ഥലത്തിരുന്നിട്ട് മോനെ മക്കളെ നമുക്ക് ചായ കുടിക്കാം, പരിപ്പോട കഴിക്കാം എന്ന് പറയുകയാണെങ്കിൽ അതാണ് കോമൺവെൽത്ത് മീറ്റിംഗ്. ഇതേ ആളുകള് മോനെ നമുക്ക് എന്ത് ചെയ്യാ, ആക്ച്വലി കുറച്ച് ഗെയിംസ് കളിക്കാന്ന് പറയുന്നത് അതിന്റെ പേരാണ് എന്ത്, കോമൺവെൽത്ത് ഗെയിംസ്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായ? ഇത്രയും കാര്യം ഓക്കെ ആണോ? അപ്പൊ കോമൺവെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ? ഇത് കോമൺവെൽത്തിന്റെ ഫ്ലാഗ് ആണ്. ഓക്കെ, അപ്പോ കോമൺവെൽത്ത് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ആക്ച്വലി ബ്രിട്ടന്റെ പഴയ കോളനി രാജ്യങ്ങൾ. ഓക്കെ അല്ലെ, ഇത്രയും കാര്യം മനസ്സിലായല്ലോ? ഇത്രയും കാര്യം മനസ്സിലായി. അപ്പൊ അടുത്ത കാര്യം, ഓക്കെ, 1947 ഫീച്ചേഴ്സ്. എൻഡ് ഓഫ് ബ്രിട്ടീഷ് സോവറിനിറ്റി. ബ്രിട്ടീഷ് സോവറിനിറ്റി എന്തായി? എൻഡായി. ഓക്കെ, 1947 ആക്ടിലൂടെ ബ്രിട്ടൻ എന്ത് പറഞ്ഞു? ആക്ച്വലി എന്താ പറയാ, ഇന്ത്യയുടെ ബ്രിട്ടീഷ് സോവറിനിറ്റിയുടെ പദവി എന്തായി? എൻഡായി. അയാളല്ല 5 മിനിറ്റ് മുമ്പ് സോവറിൻ ആയില്ല, ആനയാണ് കേക്ക്. ഓക്കെ അല്ലേ, ബ്രിട്ടൻ ഇനി ഇന്ത്യയെ ഭരിക്കില്ല. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം. രാജാവിന്റെ, ഇംഗ്ലണ്ടിലെ രാജാവിന്റെ ടൈറ്റിലിൽ നിന്ന് എന്താണ് ആക്ച്വലി എംപറർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പോസ്റ്റ് അവരെന്ത് ചെയ്തു? ഒഴിവാക്കി. ഇത് കറക്റ്റ് തന്നെയാണ്. നേരത്തെ എന്തുകൊണ്ടാണ് നമ്മൾ സോവറിൻ ആവാത്തെന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ അല്ലെ, ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യക്ക് പുറത്തുള്ള സോവറിനിറ്റി ഇല്ലാതായി. ഇനി ഒരു രാജാവോ ഒരു രാജ്യമോ അല്ല ഇന്ത്യയെ ഭരിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യക്കാർക്ക് എന്ത് ചെയ്യാം? സ്വതന്ത്രമായി ഭരിക്കാവുന്നതാണ്. അത് എപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും? കയ്യിൽ ഒരു ബുക്ക് ഉണ്ടാവുമ്പോൾ. ബുക്കിന്റെ പേരെന്താ? കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത്രയും കാര്യം മനസ്സിലായ? ഓക്കെ അല്ലേ? ഫൈൻ. അപ്പൊ അടുത്ത കാര്യം, ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ടിലെ പ്രധാനപ്പെട്ട കാര്യം, വൈസ്രോയ് എന്ന് പറയുന്ന പോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇല്ലാതാക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പൊ ഇതുവരെ ഇന്ത്യയെ ഭരിച്ചിരുന്ന ഹെഡിന്റെ പേരാണ് വൈസ്രോയ്. ഓക്കെ, അപ്പൊ ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് എന്തുകൊണ്ടാണ് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കി എന്ന് മനസ്സിലായോ? അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യയിലുള്ള വൈസ്രോയ് എന്ത് ചെയ്യണം? അബോളിഷ് ചെയ്യണം. അപ്പൊ ലോർഡ് മൗണ്ട് ബാറ്റൻ തിരിച്ചു വരാൻ വേണ്ടി പോവാണ്. എന്നിട്ട് ഇന്ത്യക്ക് പുതിയൊരാളെ കിട്ടും. അദ്ദേഹത്തിന്റെ പേരാണ് ഗവർണർ ജനറൽ. ഡൊമിനിയന്റെ ഗവർണർ ജനറൽ എന്നാണ് അവരെ വിളിക്കുക. ഓക്കെ അല്ലെ, അപ്പൊ വൈസ്രോയ് ഇല്ല, ആരുണ്ട്? ഗവർണർ ജനറൽ ഉണ്ട്. ആരാണ് സാർ ഈ ഇന്ത്യക്കുള്ള ഗവർണർ ജനറൽ അപ്പോയിന്റ് ചെയ്യുക? ആരാണ് സാർ പാകിസ്ഥാനുള്ള ഗവർണർ ജനറലിനെ അപ്പോയിന്റ് ചെയ്യുക? ഇന്ത്യക്കാരാണോ? ജവഹർലാൽ നെഹ്റു ആണോ? മുഹമ്മദ് അലി ജിന്നയാണോ? ആരാ അപ്പോയിന്റ് ചെയ്യുക? ഇവരാരും അല്ല അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോയിന്റ് ചെയ്യാൻ പോകുന്ന ആരാണ്? ബ്രിട്ടീഷ് രാജാവാണ്. ഓക്കെ അല്ലെ, ഡൊമിനിയൻ ക്യാബിനറ്റിന്റെ, അതായത് ഇന്ത്യക്കാരോട് ചോദിക്കും, സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടല്ലോ, ഇന്ത്യക്കാരോട് ചോദിച്ചതിന് ശേഷം ബ്രിട്ടീഷ് രാജാവാണ് എന്ത് ചെയ്യുക? ഈ ഗവർണർ ജനറലിനെ അപ്പോയിന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ സ്വാതന്ത്ര്യം ഫുൾ ആയിട്ട് കയ്യിൽ വന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷ് രാജാവിനോട് പോയിട്ട് എന്ത് ചെയ്യേണ്ടത്? ചോദിക്കേണ്ട കാര്യമുള്ളത്? എന്റെ ഒന്നാമത് ചോദ്യം. ഓക്കെ, രണ്ടാമത് ചോദ്യം, ഇന്ത്യക്കുള്ള ഗവർണർ ജനറലിനെ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷ് രാജാവ് എന്ത് ചെയ്യേണ്ടത്? വെക്കേണ്ട കാര്യമുള്ളത്? കറക്റ്റ്. ഓക്കെ അല്ലേ, പാകിസ്ഥാനിലെ ഗവർണർ ജനറൽ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷ് രാജാവ് നിയമിക്കേണ്ട കാര്യമുള്ളത്? കറക്റ്റ് അല്ലേ? അതെ. അപ്പൊ ഞാൻ പറഞ്ഞ ഐഡിയാസ് എല്ലാം ക്ലിയർ ഉണ്ട്. എന്തായാലും ഒരു ഗവർണർ ജനറൽ ഉണ്ട്. ഓക്കെ അല്ലേ, ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി മുതൽ നിങ്ങളും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സാർ എന്താ പറഞ്ഞേ? ഓക്കെ, ബ്രിട്ടനും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിങ്ങളുടെ പണിയായി. ഓക്കെ, നിങ്ങൾ തമ്മിൽ വിഭജനത്തിൽ അടിച്ചോളൂ, വി ഡോണ്ട് കെയർ.
നിങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടി ഉണ്ടായിക്കോളൂ, വി ഡോണ്ട് കെയർ. ഓക്കെ അല്ലെ? നിങ്ങൾ എന്താണ് ആക്ച്വലി ഇന്ത്യ വീണ്ടും വിഭജിച്ചോളൂ, വി ഡോണ്ട് കെയർ. ഓക്കെ, വി ഡോണ്ട് കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ബ്രിട്ടന് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഗവൺമെന്റിന്റെ പുറത്ത് എന്തുണ്ടാവില്ല, ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല. ഓക്കെ, ഇനി നീ ഫ്രീ ആണ്. ഓക്കെ അല്ലെ? സിമ്രൻ ജി ലോ അപ്നി സിന്ദഗി. ഓക്കെ, നീ എന്താണ്, ഫ്രീ ആണ്, പോയിട്ട് ഷാറുഖിനൂടെ ജീവിക്കുക. ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ അവിടെ കഴിഞ്ഞ്. ഇനി ഷാറൂഖ് സിമ്രാൻ അടിച്ചോ, സിമ്രാനും ഷാറൂഖും എന്താണ് ആക്ച്വലി നല്ല രീതിയിൽ ജീവിച്ചോ, അവർ തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നോ, അവർ തമ്മിൽ ഡിവേഴ്സ് ആയോ, അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. ഓക്കെ അല്ലെ? ഞാൻ കൈവിട്ടിട്ടുണ്ട് എന്താണ്, ജീലോ സിമ്രാൻ അപ്നി സിന്ദഗി. ഇനി ജീവിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഷാറൂഖിന്റെയും കാജലിന്റെയും ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇന്ത്യയും പാകിസ്ഥാന്റെയും കൈ ഞാൻ വിട്ടു. ആരാണ് ഞാൻ? അമരീഷ് പുരി ആരാണ്? എന്താ പറയാ, ബ്രിട്ടൻ ആണ്. ബ്രിട്ടൻ കൈവിട്ടു. അപ്പൊ ഷാറൂഖും എന്താ കാജലും നല്ല രീതിയിൽ ജീവിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തം? അവരുടെ ഉത്തരവാദിത്തം. ഇനി അതിന്റെ ഇടയിൽ പോയിട്ട് അമരീഷ് പുരി ഒന്നും ചെയ്യില്ല, അത്ര ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇവിടെയുള്ള ഈ സ്റ്റേറ്റ്മെന്റ് നോക്കിയാലോ. ഏത് സ്റ്റേറ്റ്മെന്റ്? ഓക്കെ, ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ്. ലെറ്റ്സ് ദി സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, മലയാളം നോക്കാലോ. ഓക്കെ, ബ്രിട്ടീഷ് രാജാവ് നിയമിക്കേണ്ട ഗവർണർ ജനറലിന്റെ ഓഫീസ് ഈ നിയമം സ്ഥാപിച്ചു. ഓക്കെ, ഇന്ത്യയുടെ വൈസ്രോയി ഇല്ല, പകരം എന്തുണ്ടാവും? ഗവർണർ ജനറൽ ഉണ്ടാവും. കറക്റ്റ്. ഓക്കെ, ബ്രിട്ടീഷ് രാജാവാണ് നിയമിക്കുക. അതെ, രാജാവ് സ്വന്തം ഇഷ്ടപ്രകാരം നിയമിക്കുക അല്ല. ഡൊമിനിയൻ ക്യാബിനറ്റിന്റെ എന്ത് കൊടുക്കണം? എന്താ പറയാ, ഓപ്പർച്യൂണിറ്റി. അതായത് ഡൊമിനിയൻ ക്യാബിനറ്റ് എന്ത് കൊടുക്കണം? അവർക്ക് റെക്കമെൻഡേഷൻ കൊടുക്കണം. ആ റെക്കമെൻഡേഷൻ അനുസരിച്ചാണ് ആര് പ്രോസസ് ചെയ്യുക? ബ്രിട്ടീഷ് രാജാവ് പ്രോസസ് ചെയ്യുക. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ 1, 2, 3 ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലായി. രണ്ടാമത്തേലുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നാലാമത്തെ മാത്രമേ നോക്കാനുള്ളൂ. 1, 2, 3 ശരിയാണെങ്കിൽ ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ 4 ആണ് ഓപ്ഷൻ ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഓക്കെ, ഡൺ. അപ്പൊ അത്രയും കാര്യം നോക്കിയല്ലേ? അതെ. ഓക്കെ, ഇനി അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിക്ക് പവർ കൊടുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഇപ്പോ നമുക്ക് എന്തേ ഉള്ളൂ, എന്താണ്, ഇന്ത്യ പാകിസ്ഥാൻ ഡൊമിനിയൻ മാത്രമേ ഉള്ളൂ. രണ്ടുപേരുടെയും ബുക്കില്ല. അപ്പൊ രണ്ടുപേരും സ്വതന്ത്ര റിപ്പബ്ലിക് ഡെമോക്രാറ്റിക് രാജ്യങ്ങളൊക്കെ ആയിട്ട് മാറണ്ടേ? അതിനുവേണ്ടി അവരെന്തുണ്ടാക്കണം? ഒരു ഭരണഘടന ഉണ്ടാക്കണം. അപ്പൊ ഭരണഘടന നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി എന്തുണ്ടാക്കും? ഭരണഘടന അസംബ്ലി ഉണ്ടാക്കും. സാറ് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഭരണഘടന അസംബ്ലി ഉണ്ടാക്കിയത് 1946 സമ്മതിച്ചു. ഓക്കെ അല്ലേ? ഭരണഘടന ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടില്ല. യഥാർത്ഥ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 1947 46 ഉണ്ടാക്കിയിട്ട് ഏകദേശം എന്താണ്, ഒരു 5-6 മാസം ഫുള്ള് വിഭജനം വേണോ വേണ്ടയോ എന്നുണ്ടാവുള്ളൂ, ഇത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഇനി ബ്രിട്ടൻ ഉണ്ടാക്കുന്ന ഒരു നിയമവും ഇന്ത്യക്കാർക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കാതിരിക്കാം. ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാവുന്നവരെ. എപ്പോ വരെ? നിങ്ങളുടെ എന്താണ്, ഭരണഘടന ഉണ്ടാവുന്നവരെ. ഓക്കെ, എപ്പോഴാണോ ഭരണഘടന ഉണ്ടായത് അന്ന് നിങ്ങൾക്ക് ബ്രിട്ടീഷുകാരുടെ എല്ലാ റൂളും എന്തായിരിക്കും? റിപ്പീൽ ചെയ്യാൻ പറ്റും. റിപ്പീൽ ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം എന്ന് വെച്ചാൽ അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഓക്കെ, നെക്സ്റ്റ് പരിപാടി ബൗണ്ടറി ഡിമാർക്കേഷൻ. ഓക്കെ, രണ്ടുപേരെ പിരിക്കണ്ടേ? മൊത്തം 3 രാജ്യം ഉണ്ടാവണം. വെസ്റ്റ് പാകിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാൻ, ഇന്ത്യ. എവിടെയെങ്കിലൊക്കെ വര വരയ്ക്കണല്ലോ, ആ വരയുടെ പേരാണ് ബൗണ്ടറി. അത് വരയ്ക്കാൻ വേണ്ടി വിളിച്ച ആളുടെ പേരാണ് സർ സിറിൽ റാഡ്ക്ലിഫ് എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹത്തിന്റെ പേരിൽ കമ്മീഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇന്ത്യയുടെ കാലാവസ്ഥ എന്ത് പറ്റി ഏത് പറ്റുന്നു എനിക്ക് മനസ്സിലായില്ല. പുള്ളിക്ക് എന്താണ്, പുള്ളിക്ക് പനി പിടിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു, ആസ് ഐ ആം സഫറിംഗ് ഫ്രം ഫീവർ ആൻഡ് ഹെഡ് ഏക്ക് കൈൻഡ്ലി ഗിവ് മീ 1 day ലീവ്. ആര് പറഞ്ഞു? സിറിൽ റാഡ്ക്ലിഫ്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മുടെ മൗണ്ട് ബാറ്റൺ എന്ത് പറഞ്ഞ്, മോനെ എനിക്ക് വീട്ടിൽ പോകണം, ഇല്ലെങ്കിലേ പ്രശ്നമാണ്. ഓക്കെ, ഞാൻ ഉറങ്ങിയിട്ട് എന്തായി, കാലങ്ങളായി, നീ ഇങ്ങനെ പറയാൻ എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് സമ്മതിക്കാൻ പറ്റില്ല, നീ എന്ത് വരക്കി. ഓക്കെ, അപ്പൊ സിറിൽ റാഡ്ക്ലിഫ് പറഞ്ഞു, ശരി, ഒറ്റ കണ്ടീഷൻ. ഓക്കെ, ഞാൻ വർക്ക് ഫ്രം ഹോം ആയിരിക്കും. വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്നിട്ട് ഞാൻ വരയ്ക്കുക. ഇനി നിങ്ങൾ തന്നെ പറ. ഓക്കെ, ഒരു ബൗണ്ടറി വരയ്ക്കാൻ വേണ്ടി പോവാണ്. വെറുതെ വീട്ടിൽ നിന്നിട്ട് മാപ്പിലൂടെ 2 വര വരച്ചു കഴിഞ്ഞാൽ സംഭവം ശരിയാവോ? ഇല്ല. അവിടെ പോയിട്ട് വേണ്ട ശരിയാക്കാൻ. അതെ. അപ്പോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബൗണ്ടറിയിൽ ഇപ്പൊ വരെ പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്? സിമ്പിളായ കാര്യം, പുള്ളി വീട്ടിൽ നിന്നിട്ട് മാപ്പിനെ 2 വര വരച്ച്. ഓക്കെ അല്ലെ? ഈ വരയുടെ ഇടയിൽ വീടുണ്ടാ, പോലീസ് സ്റ്റേഷൻ ഉണ്ടാ, പാലം ഉണ്ടാ, ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാ, അതൊന്നും എന്ത് ചെയ്യില്ല, പുള്ളി നോക്കിയില്ല. ഓക്കെ, എങ്ങനെയാ ഇന്ത്യക്കാർക്ക് പാകിസ്ഥാനിൽ പോവാ, പാകിസ്ഥാനിക്ക് ഇന്ത്യക്ക് പോവാ, ബംഗ്ലാദേശ് എങ്ങനെയാ പോവാ, ഒരാളൊന്നും നോക്കിയില്ല. ഓക്കെ, പുള്ളി ഒരു വര അങ്ങോട്ട് വരച്ച്. പിന്നെ ആകെ പ്രശ്നമായി. ഓക്കെ, എന്റെ വീട് ബോർഡറിലാണ്. ഒരു ദിവസം രാവിലെ ഞാൻ എഴുതി നോക്കുമ്പോ എന്റെ തൊട്ടടുത്തുള്ള കുട്ടപ്പൻ ചേട്ടന്റെ കടയിലേക്ക് പോകണമെങ്കിൽ അത് പാകിസ്ഥാനായി.
ഓക്കെ, ഇപ്പുറത്ത് വീട്ടിൽ വന്ന എന്തായി? ഇന്ത്യയായി. ഇനി എന്റെ വീട്ടിൽ നിന്ന് അപ്പുറത്തുള്ള ഗോമതി ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണം. ആ വഴി എവിടെ പോയി? പാകിസ്ഥാനിൽ പോയി. ആകെ പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂ, ബോർഡർ ഇഷ്യൂ ഇത്രയും വലുതാവാൻ ഈ റാഡ്ക്ലിഫ് ആണ് കാരണം എന്നല്ല ഞാൻ പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട കാരണം ഈ മനുഷ്യൻ തന്നെയാണ്. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ ഇതാണ് സിറിൽ റാഡ്ക്ലിഫ്. പുള്ളി എന്ത് ചെയ്തത്? ഇവിടെ ഇങ്ങനെ ഒരു വര വരച്ച്, പുള്ളി ഇവിടെ ഇങ്ങനെ ഒരു വര വരച്ച്. ഓക്കെ, ശരിക്കും അവിടെ പോയിട്ട് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ വര വരച്ച് ഇതുവരെ എന്തായിട്ടില്ല? ശരിയായിട്ടില്ല. ഇതുവരെ പ്രശ്നം തീരിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ആണ്. അപ്പോ ഇതൊരു പ്രത്യേക ക്വസ്റ്റ്യൻ അല്ല, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. ദ റാഡ്ക്ലിഫ് കമ്മിറ്റി വാസ് അപ്പോയിന്റഡ് ടു. എന്തിനാണ് റാഡ്ക്ലിഫ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഓക്കെ, സോൾവ് ദ പ്രോബ്ലംസ് ഓഫ് മൈനോറിറ്റീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ മൈനോറിറ്റീസ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാ? അല്ല. ഓക്കെ, മൈനോറിറ്റീസിന് പ്രോബ്ലം ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇദ്ദേഹമാണ്. ഓക്കെ, ഗീവ് ഇഫക്ട് ടു ദ ഇൻഡിപെൻഡൻസ് ബിൽ. ഇൻഡിപെൻഡൻസ് ബില്ലിന് എന്ത് ചെയ്യാനാണ്? എന്താ പറയാ, ഇഫക്ട് തരാൻ. അത് രാജാവല്ല ചെയ്യേണ്ടത്. ഡീലിമിറ്റ് ദ ബൗണ്ടറീസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അതല്ല ഉണ്ടാക്കിയത്? അതെ. എൻക്വയറി ഇൻ ടു ദ റൈറ്റ്സ് ഓഫ് ഈസ്റ്റ് ബംഗാൾ. ഓക്കെ, ഈസ്റ്റ് ബംഗാളിൽ ആകെ അടിയിടിയും ബഹളമാണ്. ഓക്കെ, ഈസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞാൽ എന്താ? ബംഗ്ലാദേശും ഇപ്പോഴുള്ള വെസ്റ്റ് ബംഗാളും. ഓക്കെ, അവിടെ ഭയങ്കര ബഹളമാണ്, ഭയങ്കര ലഹളയാണ്. എന്തുകൊണ്ടാ? ഈ വര വരച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ആരെങ്ങോട്ട് പോകണമെന്ന് അറിയില്ല, ആകെ പ്രശ്നമാണ്. ഓക്കെ അല്ലേ? അതിനൊന്നുമല്ല റാഡ്ക്ലിഫ് കമ്മിറ്റി ഉണ്ടാക്കിയത്. റാഡ്ക്ലിഫ് കമ്മിറ്റി ഉണ്ടാക്കിയത് ഇപ്പൊ ഇത് കാണുന്ന എല്ലാവരും ഉത്തരം പറയണ്ട. ഉത്തരം എത്രയാണ്? സി ആണ്. ഡീലിമിറ്റ് ദ ബൗണ്ടറീസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഓക്കെ, അയ്യോ സോറി. ഓക്കെ അല്ലേ? ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് സ്ഥാനം എന്ത് ചെയ്യുക? ഇല്ലാതാക്കുക. അതായത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന പദവി എന്ത് ചെയ്യണം? നിർത്തലാക്കണം. ഓക്കെ, ഇത് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിന്റെ പ്രധാനപ്പെട്ട ഫീച്ചറിൽ ഒന്നാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാം എന്താണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നിങ്ങൾ എല്ലാവരും സ്റ്റുഡൻസ് ആണ്. നിങ്ങൾക്ക് രണ്ട് രീതിയിലുള്ള ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പറ്റും? അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ പോകാം. ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയാലുള്ള പ്രധാനപ്പെട്ട ഗുണം എന്താ? അതായത് സാറുമാരെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റും. സാറുമാർക്ക് നിങ്ങളെ ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. നിങ്ങളുടെ മുഖം കണ്ടിട്ട് ക്ലാസ് അത്ര ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ക്ലാസ് നന്നായിട്ടുണ്ട്, ഡൗട്ട് ഉണ്ട് എന്നൊക്കെ അറിയാൻ പറ്റും. ഓക്കെ അല്ലേ? ഇപ്പൊ ഞാനിങ്ങനെ ഓൺലൈനിൽ ക്ലാസ് എടുക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല, നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നൊന്നും അറിയില്ല. ഓക്കെ അല്ലേ? ഒരു എന്താ പറയാ, എല്ലാവരും ജഗപൊകയാണ്. ഓക്കെ, ഞാനും സാറല്ലേ? അതെ. ആ ഓഫ്ലൈൻ എടുക്കുന്ന ആളും സാറല്ലേ? അതെ. ഓക്കെ അല്ലേ? ഞങ്ങൾ രണ്ടുപേർക്ക് നിങ്ങൾ സാർ എന്നുള്ള ബഹുമാനമൊക്കെ തരുമല്ലോ. ഇയാൾക്ക് ഞങ്ങൾ ബഹുമാനം തരില്ല. അതല്ല, സാർ എന്നുള്ള ബഹുമാനം ഓൺലൈൻ ആണെങ്കിൽ ഓഫ്ലൈൻ ആണെങ്കിലും തരുമല്ലോ. തരും. ഓക്കെ, ഡണ്ണാണ്. എന്നാലും പറ, ഏത് സാറായിരിക്കും നിങ്ങളുടെ കൂടുതൽ ഇഫക്റ്റീവ്? ഓൺലൈൻ എടുക്കുന്ന ഞാനാണോ അതോ ഓഫ്ലൈൻ എടുക്കുന്ന സാറാണോ? ഓബിയസ്ലി ഓഫ്ലൈൻ എടുക്കുന്ന സാറല്ലേ കുറെ കൂടി ഇഫക്റ്റീവ് ആയിട്ട് ഉണ്ടാവുക, അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഇന്ത്യയെ രണ്ട് പേര് ചേർന്നിട്ടാണ് ഭരിക്കുന്നത്. ഒന്നാമത്തെ ആളുടെ പേര് എന്താണ്? വൈസ്രോയ്. ആ വൈസ്രോയ് ഇന്ത്യയിൽ ഇരിക്കും. ഓക്കെ, രണ്ടാമത്തെ ആളുടെ പേര് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. പുള്ളി എവിടെ ഉണ്ടാവുക? ബ്രിട്ടനിലാണ് ഉണ്ടാവുക. രണ്ടുപേരും ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇരിക്കുന്ന പൊസിഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷെ വൈസ്രോയ് നേരിട്ട് ഇന്ത്യയിൽ ഇരിക്കുന്നതുകൊണ്ടും ഇന്ത്യക്കാരുമായിട്ട് നേരിട്ട് ബന്ധമുള്ളത് കൊണ്ടും വൈസ്രോയുടെ പോസ്റ്റ് എന്തായിരിക്കും? കുറച്ചുകൂടി പവർഫുൾ ആയിരിക്കും. ഇത്രയും കാര്യം മനസ്സിലായോ? ഓക്കെ അല്ലേ? ഫൈൻ. ഓക്കെ, അപ്പോ എന്തായാലും വൈസ്രോയേ ഇല്ല. അപ്പൊ പിന്നെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വേണ്ട. ഓക്കെ അല്ലേ? ആ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് പകരം നമ്മൾ പുതിയൊരു പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ കോമൺവെൽത്ത് അഫയേഴ്സ്. ഓക്കെ, അപ്പൊ കോമൺവെൽത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം? എന്താണ്? ഈ ബ്രിട്ടന്റെ പഴയ കോളനികൾ മുഴുവനുള്ള ഒരു എന്താണ്? ആക്ച്വലി ഒരു കമ്പനിയാണ്. അല്ല, കമ്പനി അല്ല, ഒരു ഗ്രൂപ്പാണ്. അവിടേക്ക് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിട്ട് ആരെങ്കിലും പോകണല്ലോ. അപ്പൊ പോകേണ്ട ആളുടെ പേരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ കോമൺവെൽത്ത് അഫയേഴ്സ്. മനസ്സിലായ? ഓക്കെ, നിങ്ങൾ UPSC എല്ലാം പാസ് ചെയ്തിട്ട് IFS ആയി പ്രൊമോഷൻ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം? കോമൺവെൽത്ത് മീറ്റിംഗിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പോകാവുന്നതാണ്. മനസ്സിലായ? ഓക്കെ, ഫൈൻ. അപ്പൊ വൈസ്രോയ്ക്ക് പകരം വന്ന ആളുടെ പേരെന്താ? ഗവർണർ ജനറൽ. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് പകരം വന്ന ആളുടെ പേരെന്താ? ഓക്കെ, എന്താണ്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ കോമൺവെൽത്ത് അഫയേഴ്സ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഓക്കെ, അപ്പോ അടുത്തത് പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെ സ്റ്റാറ്റസ് എന്താണ്? ഓക്കെ, അപ്പൊ ഇന്ത്യയെ ബ്രിട്ടീഷുകാര് രണ്ട് സ്ഥലത്താണ് ഭരിക്കുന്നത്. ഓക്കെ, എന്താ സാർ രണ്ട് സ്ഥലം? ഒന്ന് പ്രൊവിയൻസ് എന്ന് പറയും, പ്രവിശ്യ എന്ന് പറയും. രണ്ടാമത്തെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യം എന്ന് പറയും. എന്റെ ഏറ്റവും
ഇഷ്ടപ്പെട്ട എക്സാമ്പിൾ എൻ്റെ ക്ലാസ് കാണുന്ന എൻ്റെ സ്റ്റുഡൻസിന് എല്ലാവർക്കും അറിയാം. കേരളത്തിന്റെ എക്സാമ്പിൾ കൊണ്ട് നമ്മൾ പഠിക്കുക. ഓക്കെ അല്ലേ? കേരളത്തിൽ തിരുവിതാംകൂർ രാജവംശം എന്നുണ്ട് രാജവംശമുണ്ട്. കൊച്ചി രാജവംശം എന്നുണ്ട് രാജവംശമുണ്ട്. ഓക്കെ, മലബാർ രാജവംശം കൊണ്ട് രാജവംശം ഇല്ല. അങ്ങനെ നമ്മൾ പഠിക്കില്ല. കറക്റ്റ് അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ തിരുവിതാംകൂർ നാട്ടുരാജ്യമാണ്, കൊച്ചി നാട്ടുരാജ്യമാണ്, മലബാർ പ്രവിശ്യയാണ്. മലബാർ ബ്രിട്ടീഷുകാർ ഡയറക്റ്റ് ആയിട്ട് ഭരിക്കുന്ന സ്ഥലമാണ്. ഓക്കെ, അങ്ങനെ ഇന്ത്യയിൽ പ്രധാനമായും 3 പ്രവിശ്യയുണ്ട്. ഒരു പ്രവിശ്യയുടെ പേര് മദ്രാസ്, രണ്ടാമത്തെ പ്രവിശ്യയുടെ പേര് ബോംബെ, മൂന്നാമത്തെ പ്രവിശ്യയുടെ പേര് ബംഗാൾ. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും? പ്രവിശ്യന്ന് മുഴുവൻ സ്വാതന്ത്ര്യം കിട്ടും, പ്രൊവിയൻസിന് മുഴുവൻ സ്വാതന്ത്ര്യം കിട്ടും. ഓക്കെ അല്ലേ? പക്ഷേ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നമുക്ക് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയുടെ കൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല? കൂട്ടാൻ വേണ്ടി പറ്റില്ല. അതെന്തുകൊണ്ടാ സാറേ? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 പറഞ്ഞിരിക്കുന്നത് നാട്ടുരാജ്യങ്ങൾക്ക്, പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് ഒന്നെങ്കിൽ ഡൊമിനിയൻ ഓഫ് ഇന്ത്യയുടെ കൂടെ ചേരാം, അല്ലെങ്കിൽ ഡൊമിനിയൻ ഓഫ് പാകിസ്ഥാന്റെ കൂടെ ചേരാം, അല്ലെങ്കിൽ സ്വതന്ത്രമായിരിക്കാം. ഓക്കെ, ഇങ്ങനെ അവർക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട് സ്വതന്ത്രമായി ഇരിക്കേണ്ട ആളുകളുടെ പേരെന്തൊക്കെയാ? ആളൊക്കെയാ പറഞ്ഞ ആക്ച്വലി 1 ജമ്മു കാശ്മീർ, 2 ജുനാഗഡ്, ഓക്കെ, 3 ഹൈദരാബാദ്, 4 തിരുവിതാംകൂർ. ഇവരെന്ത് പറഞ്ഞ്? ഞങ്ങൾ ഇന്ത്യയിലും ഇല്ല പാകിസ്ഥാനിലും ഇല്ല, ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകണം വെച്ചാൽ ഞങ്ങൾ ആലോചിക്കാന്ന് പറഞ്ഞ് ആകെ പ്രശ്നമായി. ഓക്കെ, കുറെ പേര് പാകിസ്ഥാനിൽ പോയി, കുറെ പേര് എന്ത് ചെയ്തു? ഇന്ത്യയിൽ പോയി, ആകെ ബഹളമായി. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം, എന്നാ ഇവിടെയുള്ള 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഒരു മിനിറ്റ് ക്വസ്റ്റ്യനിലേക്ക് വരട്ടെ. ഇവിടെയുള്ള 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ ഡൊമിനിയനിൽ ചേരണമെന്ന് ഈ നിയമം നിർബന്ധിച്ചു. നിർബന്ധിച്ച? ഇല്ലല്ലോ, ചോയ്സ് അല്ലേ കൊടുത്തത്. ഓക്കെ, ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്ക് ഇവിടെ ചേർന്ന വല്ല കാര്യമുണ്ടാ? ഇല്ല. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് നമ്പർ 4 എന്തായാലും തെറ്റാണ്. അതിൽ യാതൊരു എന്തില്ല, പ്രശ്നവുമില്ല. അങ്ങനെ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ വളരെ സന്തോഷമായിട്ട് ഓക്കെ അല്ലേ, എന്താണ് ഞങ്ങൾ ഇന്ത്യയിൽ ചേരാം എന്ന് പറയുകയാണെങ്കിൽ എന്തിനാ മക്കളെ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ചും ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തെ കുറിച്ചും എന്താ പറയാ നാട്ടുരാജ്യങ്ങൾ എങ്ങനെയാ വന്നു എന്നുള്ളതിനെ കുറിച്ചും ജുനഗഡിനെ കുറിച്ചും എന്താ പറയാ തിരുവിതാംകൂറിനെ കുറിച്ചൊക്കെ പഠിക്കേണ്ട കാര്യം എന്താ? ഓക്കെ, അപ്പൊ കാര്യം മനസ്സിലായോ? ഓക്കെ, പ്രിൻസിഡന്റിന്റെ കാര്യം മനസ്സിലായല്ലേ? ഇതാണ് ബ്രിട്ടീഷ് ഇന്ത്യ. ഇവിടെ ഈ ചുവന്ന ഇതിൽ കാണുന്ന മുഴുവൻ ബ്രിട്ടീഷ് പ്രൊവിയൻസ് ആണ്. ഓക്കെ, ഇവിടെ നമ്മുടെ കേരളത്തിനൂടെ മഞ്ഞ നിറത്തിൽ കണ്ടോ? എന്താ? അത് തിരുവിതാംകൂറും കൊച്ചിയാണ്. ഇവിടെയുള്ളതാണ് മദ്രാസ് പ്രൊവിയൻസ്. ഓക്കെ അല്ലേ? ഇവിടെയാണ് ബംഗാൾ പ്രൊവിയൻസ്, ഇവിടെയാണ് യുണൈറ്റഡ് പ്രൊവിയൻസ്, ഇവിടെയാണ് ഡൽഹി, ഇവിടെയാണ് പഞ്ചാബ്, ഇവിടെയാണ് ബലൂചിസ്ഥാൻ, ഇവിടെയാണ് സിന്ധ്. ഈ മഞ്ഞ നിറത്തിൽ കാണുന്ന മുഴുവൻ എന്താണ്? പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആണ്, നാട്ടുരാജ്യങ്ങളാണ്. ഇവിടെയാണ് ഹൈദരാബാദ് നാട്ടുരാജ്യം. ഓക്കെ അല്ലേ? അപ്പൊ മനസ്സിലായോ? അപ്പൊ ഇന്ത്യ ഉണ്ടാവണമെങ്കിൽ ഓക്കെ അല്ലേ, പുസ്തകത്താളുകളിൽ നിങ്ങൾ പഠിച്ച ഇന്ത്യ ഉണ്ടാവണമെങ്കിൽ ഈ ചുവന്ന സ്ഥലം മാത്രം കയ്യിൽ കിട്ടിയതുകൊണ്ട് യാതൊരു കാര്യമില്ല. ഈ മഞ്ഞ സ്ഥലം എന്ത് ചെയ്യണം? കയ്യിൽ കിട്ടണം. എന്നാൽ മാത്രം എന്തുണ്ടാവുള്ളൂ? ഗുണം ഉണ്ടാവുള്ളൂ. ഇത്രയും മനസ്സിലായ? ഓക്കെ, ഡൺ അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഓക്കെ, ഗവർണൻസ് സ്ട്രക്ചർ, അതായത് ഇന്ത്യക്ക് എന്ത് വേണം? ഒരു ഭരണഘടന വേണം. 1947 ഇന്ത്യക്ക് ഭരണഘടനയില്ല. ശരി, സ്വാതന്ത്ര്യം കിട്ടിയതാനും ഓക്കെ, ഭരണഘടന ഉണ്ടാക്കാൻ പോവുകയാണ്. സർ ബെസ്റ്റ്, നല്ല കാര്യം. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ എന്ന് വെച്ചാൽ 1947 എന്ത് ചെയ്യും? എന്ത് നിയമം വെച്ചാ ഭരിക്കുക? ഓക്കെ അല്ലേ? ജനങ്ങളോട് പറയണം ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്ത് വെച്ചിട്ടാ പറയാ? അതിനൊരു ആക്ട് ഉണ്ട്. ആക്ടിന്റെ പേരാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഓക്കെ അല്ലേ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് തൽക്കാലത്തേക്ക് പറഞ്ഞാൽ എപ്പോ വരെ പറഞ്ഞേ? 26 ജാനുവരി 1950 വരെ. ഓക്കെ അല്ലേ? 26 ജാനുവരി 1950 വരെ തൽക്കാലത്തേക്ക് ഇന്ത്യയുടെ ഭരണഘടന എന്തായിരിക്കും? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആയിരിക്കും. ഇത്രയും കാര്യം മനസ്സിലായ? ഇത്രയും കാര്യം മനസ്സിലായി. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ത്യയുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണെങ്കിലും കിങ്ങിന് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെയുള്ള നിയമങ്ങളെ വീറ്റോ ചെയ്യാൻ പറ്റും. വീറ്റോ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാൻസൽ ആക്കുക. അത് ക്യാൻസൽ ആക്കാനുള്ള എന്തില്ല? അധികാരമില്ല. രണ്ടാമത്തെ എന്ന് പറയുന്നത് ചില ബില്ലുകൾ, അതായത് ചില നിയമങ്ങൾ ആർക്ക് ഉറപ്പായിട്ടും കൊടുക്കണം? രാജാവിന് ഉറപ്പായിട്ടും കൊടുക്കണം. ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ഉണ്ട്. അതൊന്നും ഇപ്പൊ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ 2 കാര്യം മനസ്സിലായി. 2 കാര്യമേ പറഞ്ഞിട്ടുള്ളൂ.
ഒന്ന്, ഭരണഘടന ഉണ്ടാവുന്നവരെ ഇന്ത്യയുടെ ഭരണഘടന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇതിനു മുമ്പ് 1947 മുമ്പ് എന്തെങ്കിലും ഒരു നിയമം ഉണ്ടാക്കണമെങ്കിൽ ആ നിയമത്തിൽ വീറ്റോ ചെയ്യാനുള്ള അധികാരം ഇംഗ്ലണ്ടിലെ രാജാവിനുണ്ട്. അതിപ്പില്ല. ഓക്കെ അല്ലേ? രണ്ട്, എന്തെങ്കിലും ഒരു ബില്ല് ആ രാജാവിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? സ്പെസിഫിക് ആയിട്ട് വെക്കാൻ പറ്റും. അതും ഇപ്പില്ല. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായ? ഇത്രയും കാര്യം മനസ്സിലാണ്. ഓക്കെ, ഈ അധികാരമെല്ലാം ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ആളുടെ പേരാണ് ഗവർണർ ജനറൽ. ഓക്കെ, അപ്പൊ വൈസ്രോയ്ക്ക് പകരമുള്ള പോസ്റ്റിന്റെ പേരല്ലേ ഗവർണർ ജനറൽ. ഇപ്പോൾ ഈ അധികാരമെല്ലാം, സാർ ഏത് അധികാരം? ഇതവിടെ കാണുന്ന വീറ്റോ അധികാരവും എന്താണ്? ബില്ല് ആർക്ക് വെക്കണം? രാജാവിന് വെക്കേണ്ടതിന് പകരം ഗവർണർ ജനറൽ വെക്കണം. അപ്പോൾ ഗവർണർ ജനറൽ സൈൻ ചെയ്യാൻ പോകുന്നത് ഹിസ് മെജസ്റ്റീസ് നെയിമിലായിരിക്കും. എന്നുവെച്ചാൽ അർത്ഥം എന്താണ്? ആക്ച്വലി രാജാവിന് വേണ്ടിയിട്ടായിരിക്കും സൈൻ ചെയ്യുക. ഓക്കെ സാർ, അങ്ങനെ പറഞ്ഞാൽ എന്താ? മക്കളെ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഇന്ത്യ ഒരു ഡൊമിനിയൻ ആണ്. ഡൊമിനിയന്റെ ഹെഡ് ആരാ? അതായത് ആത്യന്തികമായ, സാർ ഭയങ്കര കട്ടിയുള്ള മലയാളം ഒന്നും പറയല്ലേ, അതായത് മൊത്തത്തിലുള്ള ഹെഡ് ആരാ? രാജാവൻ അല്ലേ? അങ്ങനെയല്ലേ പഠിച്ചത്? അങ്ങനെയാണെങ്കിൽ ഗവർണർ ജനറൽ സൈൻ ചെയ്യും. ഓക്കെ അല്ലേ? ആർക്ക് വേണ്ടിയിട്ട്? രാജാവിന് വേണ്ടിയിട്ട്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഫൈൻ. ഓക്കെ, അപ്പൊ ഗവർണർ ജനറലിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. കറക്റ്റ് അല്ലേ? അതെ. ഓക്കെ, അദ്ദേഹമായിരിക്കും എന്താ പറയാ, ഇന്ത്യക്ക് വേണ്ടി ഒരു ഗവർണർ ജനറൽ ഉണ്ടാവും. ഇനി അതിന് താഴെ പ്രവിശ്യകളില്ലേ, അവരെ സംസ്ഥാനങ്ങൾ എന്നാണ് വിളിക്കുക. ആ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഉണ്ടാവും ഒരു ഗവർണർ ജനറൽ ഉണ്ടാവും. ഓക്കെ, കാരണം മുമ്പ് പ്രവിശ്യയായിരിക്കും, പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം പ്രവിശ്യ എന്ന് വിളിച്ച കാര്യമില്ലല്ലോ, സ്റ്റേറ്റ്സ് നല്ല വിളിക്കേണ്ടത്, സംസ്ഥാനം നല്ല വിളിക്കേണ്ടത്. അപ്പൊ സംസ്ഥാനം ഉണ്ടായിരിക്കും, അവർക്ക് ഒരു ഗവർണർ ഉണ്ടാവും. ഈ ഗവർണർ ജനറൽ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ പണിയെടുക്കാൻ പറ്റില്ല. അവർക്ക് വേണ്ടിയിട്ട് അവിടെ താഴെ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടാവും. സർ, കാര്യം മനസ്സിലായില്ല മക്കളെ? ഭരണഘടനയാണ് ഭരണഘടന. ഇന്ത്യയുടെ ഭരണഘടന തലവൻ ആരാ? പ്രസിഡന്റ്. കറക്റ്റ്. ഓക്കെ അല്ലേ? പ്രസിഡന്റ് സ്വന്തമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോണത്? അല്ലല്ലോ. അങ്ങനെയല്ലോ ഇന്ത്യൻ ഭരണഘടന പറയുന്നത്. ഓക്കെ അല്ലേ? പ്രസിഡന്റ് സ്വന്തമായിട്ടല്ല ചെയ്യുക. പ്രസിഡന്റിനെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയും മിനിസ്റ്റർ ഓഫ് കൗൺസിലും ഇല്ലേ. സംസ്ഥാനത്തിന്റെ ഭരണഘടന തലവൻ ആരാ? ഗവർണർ അല്ലേ? ഗവർണറാണ് എന്തെങ്കിലും ചെയ്യുന്നത്? അല്ലല്ലോ. ഗവർണർ അത് പറഞ്ഞ് മനസ്സിലാക്കാനും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും ആരുണ്ട്? ഒരു മുഖ്യമന്ത്രിയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ഇല്ലേ? ഓക്കെ അല്ലേ? കാര്യം മനസ്സിലായ? ഡണ്ണല്ലേ? അതേപോലെ ആയിരിക്കും കാര്യങ്ങൾ പ്രവർത്തിക്കുക. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഇനി അടുത്തത് ഡിസ്കണ്ടിന്യൂഷൻ ഓഫ് സിവിൽ സർവീസ് അപ്പോയിന്റ്മെന്റ്. സിവിൽ സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ UPSC. ഓക്കെ, UPSCയുടെ പഴയ പേരാണ് ICS. ഇന്ന് അതിനെ വിളിക്കുന്ന പേരാണ് IAS, IPS എന്നൊക്കെ വിളിക്കും. ICS എന്ന് വെച്ചാൽ ഇന്ത്യൻ സിവിൽ സർവീസ് അപ്പോയിന്റ്മെന്റ് ആണ് വിളിക്കാൻ പോണത്. ഇന്ത്യൻ സിവിൽ സർവീസ് എന്നാണ് വിളിക്കാൻ പോണത്. ക്ലിയർ അല്ലേ? അപ്പൊ 1947 ഈ സിവിൽ സർവീസിൽ 1947 വരെയുള്ള എല്ലാ ആളുകളെയും ബ്രിട്ടനിൽ നിന്നുള്ള ഗവൺമെന്റ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, എന്താ പറയാ, നിയമിച്ചിരിക്കുന്നത്. അതിൽ തന്നെ കുറെ പോസ്റ്റുകൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? നേരിട്ട് നിയമിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ആരാ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് അറിയാം. ആരാണ്? ബ്രിട്ടനിൽ ഇരുന്നിട്ട് ഇന്ത്യ ഭരിക്കുന്ന ആൾ. അദ്ദേഹത്തിന് നേരിട്ട് നിയമിക്കാൻ പറ്റും. ആരെ? കുറെ പോസ്റ്റുകൾ നിയമിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ സിവിൽ സർവീസ് അപ്പോയിന്റ്മെന്റ് നേരത്തെ നടത്തിക്കുന്ന മുഴുവൻ ബ്രിട്ടീഷുകാരല്ലേ? അതെ, അത് നമ്മൾ ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇനി സിവിൽ സർവീസ് പോസ്റ്റ് ഇന്ത്യക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? നിർത്തിവെക്കാം. എല്ലാവരും നിർത്താൻ പറഞ്ഞു, ഒരാൾ ഒഴികെ. അദ്ദേഹത്തിന്റെ പേരാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അതുകൊണ്ടാണ് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവായിട്ട് നമ്മൾ ആരെ കൺസിഡർ ചെയ്യുന്നത്? സർദാർ വല്ലഭായ് പട്ടേലിനെ കൺസിഡർ ചെയ്യുന്നത്. ഇത്രയും മനസ്സിലാക്കിയ, അതായത് ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവായിട്ട് നമ്മൾ ആരെ കൺസിഡർ ചെയ്യുന്നത്? നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിനെ കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ August 15, 1947 മുമ്പ് റിട്ടയർ ആയി. ഓക്കെ, എനിക്ക് പെൻഷൻ കിട്ടണം. ഇനി എനിക്ക് പെൻഷൻ ഇല്ലേ? അങ്ങനൊന്നുമില്ല. അവർക്ക് എന്ത് കിട്ടും? പെൻഷനും എല്ലാ സാധനങ്ങളും കിട്ടും. പക്ഷെ എന്തുണ്ടാവില്ല? ഇനി അപ്പോയിന്റ്മെന്റ് ബ്രിട്ടനിൽ നിന്നോ അല്ലെങ്കിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് റിസർവ് ചെയ്ത പോസ്റ്റിൽ നിന്നോ അവരെന്ത് ചെയ്യില്ല? ഒന്നും ചെയ്യില്ല. ഓക്കെ, ഇതാണ് ഇൻഡിപെൻഡന്റ് ആക്ടിന്റെ ഇമ്പാക്ട്സ്. രണ്ടാമത്തെ കാര്യം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഇനി നിങ്ങൾക്ക് എല്ലാവരും അറിയുന്ന കാര്യം, കമ്മ്യൂണൽ വയലൻസ് ഉണ്ടായി. ഓക്കെ, റാഡ്ക്ലിഫിന്റെ ലൈൻ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിലേ ഹിന്ദു മുസ്ലിം തമ്മിലുണ്ട് പ്രശ്നമുണ്ട്. ഓക്കെ, ഒരുപാട് പേർക്ക് നമ്മുടെ ട്രെയിനിന്റെ കണ്ടല്ലോ, ഒരുപാട് പേര് എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടി വന്നു. അതിലൂടെ ഒരുപാട് പേരുടെ മരണം എന്ത് ചെയ്തു? നടന്നു. ഓക്കെ, അപ്പൊ പാർട്ടീഷൻ ഓഫ് വയലൻസ് ഉണ്ട്, മാസ് മൈഗ്രേഷൻ ഉണ്ട്. ഓക്കെ, ചെറിയതല്ല, വലിയ രീതിയിലുള്ള മൈഗ്രേഷൻ. ഹിന്ദുക്കൾ പാകിസ്ഥാൻ ഇന്ത്യയിലോട്ടും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, അത് വലിയൊരു ക്രൈസിസ് ഉണ്ടാക്കി. ക്ലിയർ? ഓക്കെ, പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് ഇത് കൊടുത്തില്ലേ? എന്ത് റോള് കൊടുത്തില്ലേ? പവർ കൊടുത്തില്ലേ? പവർ, അതായത് എന്താ പറയാ, ചോയ്സ് കൊടുത്തില്ലേ? അത് കാരണം ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ ടോപ്പിക് വന്ന്.
ഓക്കെ, അത് പഠിക്കാൻ വേണ്ടി വന്ന്. അത് പഠിക്കാനുള്ള കാരണം എന്താ? ഒരുപാട് സമയം എടുത്തിട്ടാണ് എല്ലാവരും എന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക. സമയം എടുക്കില്ലേ? ഓപ്പറേഷൻ പോളോ ചെയ്യേണ്ടി വരും ഹൈദരാബാദില്, ഓക്കെ അല്ലെ? ഗോവയിൽ നിന്ന് പോർച്ചുഗീസുകാരെ പുറത്താക്കേണ്ടി വരും, ഓക്കെ. ഓപ്പറേഷൻ വിജയ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരുപാട് പണി ഉണ്ടല്ലോ. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഗോവ പ്രിൻസി സ്റ്റേറ്റ്സ് അല്ല, സമാന്തല്, ഓക്കെ അല്ലെ? റിലാക്സ് ചെയ്യ്. ഞാൻ ഇത്രയും പണി ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറഞ്ഞാണ്. ക്ലിയർ അല്ലേ? ഇതൊക്കെ ചെയ്യേണ്ടി വരും, ഓക്കെ. അപ്പൊ അത് നമ്മൾ ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസി സ്റ്റേറ്റ് ചെയ്യേണ്ടി വന്നു, ഓക്കെ. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഭരണഘടന ഉണ്ടാക്കിയില്ലേ? എപ്പോഴാണ് ഉണ്ടാക്കിയത്? 26 ജനുവരി 1950. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. ഒരുപാട് അൺറിസോൾവ്ഡ് ഇഷ്യൂസ് ഉണ്ട്. അതായത് ഇപ്പോഴും എന്തുണ്ട്? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഓക്കെ. കാശ്മീർ കോൺഫ്ലിക്ട് പ്രശ്നമല്ലേ? കാശ്മീർ ഇപ്പോഴും ഒരു പ്രശ്നമാണല്ലോ, ഓക്കെ. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ഓക്കെ. ചൈന, ബംഗ്ലാദേശ്, നേപ്പാളുമായിട്ട് പ്രശ്നമില്ലേ? ഓക്കെ. പാകിസ്ഥാനായിട്ട് പ്രശ്നമില്ലേ? എല്ലാവരായിട്ടും പ്രശ്നമില്ലേ? ആരെങ്കിലും ആയിട്ട് പ്രശ്നമില്ലാത്തതുണ്ടോ? എന്റെ അറിവിലില്ല, ഓക്കെ. ഭൂട്ടാനുമായിട്ട് വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരായിട്ടും ഉണ്ട്, പ്രശ്നമുണ്ട്, ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത്, ഓക്കെ. ഇതിന്റെ അടുത്ത ഭാഗം, അതായത് നമ്മളിപ്പോൾ മോഡേൺ ഹിസ്റ്ററിയിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റനാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്, ഓക്കെ. നമുക്ക് ഇനിയും എന്തുണ്ട്? ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതും ബാക്കി ഹിസ്റ്ററി പോർഷൻസ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം? ജോഗ്രഫി, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, അതെല്ലാം ഡിസ്കസ് ചെയ്യണം. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരും, ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടും തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, ഓക്കെ അല്ലേ? ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഓക്കെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ. അപ്പൊ ഇതാണ് അത്രേഡ് കിരൺ സ്റ്റഡി സർക്കിൾ എന്നാണ് ഗ്രൂപ്പിന്റെ പേര്, കറക്റ്റ്, ഓക്കെ. PDF ഞാൻ ഇടാൻ പോകുന്നത് അത്രേഡ് കിരൺ സർക്കിൾ 1 to 3 ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയെന്ന് വിചാരിച്ചുകൊണ്ട് ഇതുപോലൊരു ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.